എനിക്ക് തോന്നുന്നു സച്ചി മാഷ് തുടങ്ങുന്നതാവും പുസ്തകങ്ങളുമായി പുസ്തക രചയിതാവെന്ന നിലയിലും പുസ്തകങ്ങൾ മറ്റ് നമ്മൾ പലരും വായിച്ചതിനെ അപേക്ഷിച്ച് എത്രയോ ഇരട്ടി വായിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയിലും പുസ്തകത്തിൻ്റെ ലോകത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുമ്പോൾ ആദ്യം പ്രവേശിക്കുന്നത് സച്ചി മാഷാവുന്നതാണ് ഉചിതം എന്നെനിക്ക് തോന്നുന്നു. നന്ദി ബേബി. ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ തന്നെ മനുഷ്യരോളം തന്നെയെങ്കിലും പുസ്തകത്തെ സ്നേഹിക്കുന്ന ആളുകളായിരുന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന രണ്ടാളുകളാണ്. വളരെ ദീർഘകാലത്തെ സൗഹൃദത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഞങ്ങൾ ഈ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുന്നത്. ഇവിടെ ബിനോയ് വിശ്വമാണ് വാസ്തവത്തിൽ ശ്രീ ബേബിയുമായുള്ള സംഭാഷണത്തിൽ ഏർപ്പെടേണ്ടിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലുണ്ടായ ആകസ്മികമായൊരു രംഗപ്രവേശമാണ് എൻ്റേത് എന്ന് ആദ്യമേ തന്നെ വ്യക്തമാക്കട്ടെ. നാം പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് പുസ്തകങ്ങളുടെ നിലനിൽപ്പ് തന്നെ വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. ഏത് നിമിഷവും പുസ്തക പ്രസിദ്ധീകരണങ്ങൾ, പുസ്തകശാലകൾ, ലൈബ്രറികൾ ഇവയെല്ലാം തന്നെ നിർത്തിവെക്കപ്പെടുകയോ കത്തിക്കപ്പെടുകയോ പോലും ചെയ്യാവുന്ന, ഞാൻ ഒട്ടും അതിശയോക്തി പറയുകയല്ല, ചെയ്യാവുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ സന്ദർഭത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പുസ്തകങ്ങളെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. എഴുതുന്ന ആളുകൾ നിരീക്ഷണത്തിന് വിധേയരാണ്. എന്തെല്ലാമാണ് എഴുതപ്പെടുന്നത്, എന്തെല്ലാമാണ് വായിക്കപ്പെടുന്നത്, എന്തെല്ലാമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്, ഇവയെല്ലാം തന്നെ ഒരു വലിയ സർവൈലൻസിന് അഥവാ ഒരു വലിയ തോതിലുള്ള രാഷ്ട്രവ്യാപകമായ നിരീക്ഷണത്തിന് വിധേയമായൊരു കാലത്തിരുന്നു കൊണ്ടാണ് നാം പുസ്തകങ്ങളുടെ വർത്തമാനത്തെയും പുസ്തകങ്ങളുടെ ഭാവിയെയും സ്വന്തം ചിന്തയെയൊക്കെ രൂപീകരിച്ച പുസ്തകങ്ങളെയും എല്ലാം കുറിച്ചുള്ള ഈ ചർച്ചയിൽ ഏർപ്പെടുന്നത്. പുസ്തകങ്ങളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ, പ്രത്യേകിച്ചും നമ്മുടേതുപോലുള്ളൊരു കാലത്തെ പുസ്തകങ്ങളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരാറുള്ള, ഞാനിത് പലയിടത്തും ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവാം, ഒരു നോവലുണ്ട്, ബേബിയും വായിച്ചിട്ടുണ്ടാവും, റായ് ബ്രാഡ്ബറിയുടെ ഫാരൻഹീറ്റ് 451 എന്ന നോവൽ. അത് ത്രൂഫോവിൻ്റെ, പ്രശസ്ത ഫ്രഞ്ച് സംവിധായകനായ ത്രൂഫോവിൻ്റെ ഒരു ചലച്ചിത്രത്തിന് ആധാരം കൂടിയാണ് ആ നോവൽ. അപ്പോൾ അതിൽ അദ്ദേഹം ചിത്രീകരിക്കുന്നത് പുസ്തക വിരോധിയായ ഒരു സമഗ്രാധിപതിയുടെ കാലത്തെ പുസ്തകങ്ങളുടെ ഭാഗധേയമാണ്. ആ സമഗ്രാധിപതി അധികാരമേറ്റെടുത്ത ഉടൻ തന്നെ പുസ്തകങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അവിടുത്തെ അഗ്നിശമന സേനയെ, അതൊരു ഐറണിയായി തോന്നാമെങ്കിലും, പുസ്തകങ്ങൾ കണ്ടെത്തി തീയിടാനുള്ള നിയോഗം അവർക്ക് നൽകുകയും ചെയ്യുന്നു. എന്നാൽ ആ അഗ്നിശമന സേനയിലെ ഒരാൾ ആ പുസ്തകങ്ങളോട് താല്പര്യമുള്ള, പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണ്. അയാളുടെ ഒരു സ്നേഹിത വഴിക്കാണ് പുസ്തകങ്ങളുമായുള്ള അയാളുടെ അടുപ്പം വരുന്നത്. അദ്ദേഹം തീയിടാൻ പോകുന്നിടത്തു നിന്നെല്ലാം പ്രധാനമെന്ന് തോന്നുന്ന പുസ്തകങ്ങൾ ശേഖരിച്ച് തൻ്റെ വീട്ടിൽ സ്വകാര്യമായി ഒരു നിലവറയിൽ കൊണ്ടുവയ്ക്കുന്നു. ഈ പുസ്തകങ്ങൾ സുരക്ഷിതമായിരിക്കും എന്ന് അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ വളരെ താമസിയാതെ തന്നെ എല്ലാം കാണുന്ന കണ്ണുള്ള ഭരണകൂടം അത് കണ്ടെത്തുകയും അയാളുടെ വീട് തന്നെ ശാമ്പലാക്കപ്പെടും എന്ന താക്കീത് രഹസ്യമായി അയാളിൽ എത്തിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി അയാൾ തനിക്ക് കയ്യിൽ എടുക്കാവുന്ന പുസ്തകങ്ങളുമായി രാജ്യം വിടാൻ തീരുമാനിക്കുകയും അതിർത്തിയിലെത്തുകയും ചെയ്യുന്നു. അതിർത്തിയിലെത്തുമ്പോൾ അയാൾ കാണുന്നത് ഒരു ചെറിയ യുവാക്കളുടെയും യുവതികളുടെയും സൈന്യത്തെയാണ്. ഈ സൈന്യത്തിൻ്റെ കയ്യിൽ തോക്കുകളില്ല, പീരങ്കികളില്ല. അവർ പുസ്തകങ്ങളായി മാറിയ മനുഷ്യരാണ്.
കാരണം ഈ കാലത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അവരിൽ ഓരോരുത്തരും ഓരോ പ്രധാനപ്പെട്ട നമ്മൾ മാസ്റ്റർ പീസുകൾ എന്ന് പറയുന്ന, ക്ലാസിക്കുകൾ എന്ന് പറയുന്ന പുസ്തകങ്ങൾ കാണാതെ പഠിച്ചിരിക്കുകയാണ്, അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ചെല്ലുമ്പോൾ. അപ്പോൾ ഓരോരുത്തർ ഷേക്സ്പിയറിൻ്റെ വലിയ കൃതികൾ, ഹോമറിൻ്റെ കൃതികൾ, സൊഫോക്ലിസിൻ്റെ കൃതികൾ, അത് പാശ്ചാത്യ സന്ദർഭത്തിലായതുകൊണ്ട് ഇവിടെയാണെങ്കിൽ ഒരുപക്ഷെ വേറെ കൃതികളും കൂടി ആയിരുന്നിരിക്കാം. ആ തരത്തിലുള്ള പഴയതും പുതിയതുമായ ക്ലാസിക്കുകൾ ഇവർ കാണാതെ പഠിച്ചിരിക്കുകയാണെന്ന് മാത്രമല്ല, അവർ അവരുടെ പേരുപേക്ഷിച്ച് ഓരോരുത്തരും അവർ കാണാതെ പഠിച്ച പുസ്തകത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഒരാളുടെ പേര് ഹാംലെറ്റ് എന്നാണ്, ഒരാളുടെ പേര് ഒഥല്ലോ എന്നാണ്, ഒരാളുടെ പേര് ആൻറ്റിഗണി എന്നാണ്, ഒരാളുടെ പേര് ഈഡിപ്പസ് എന്നാണ്. ഈ രീതിയിൽ അവരെല്ലാവരും ആ പുസ്തകങ്ങളുടെ പേര് സ്വീകരിക്കുന്നു. എന്തിനാണ് അവരത് ചെയ്തത്? എന്നെങ്കിലും ഒരിക്കൽ ഈ സമഗ്രാധിപത്യം അവസാനിക്കുമെന്നും പുസ്തകങ്ങളുടെ സംസ്കാരം തിരിച്ചു വരുമെന്നുള്ള പ്രത്യാശ നിലനിർത്തുന്നതിനുള്ളൊരു ശ്രമം എന്ന നിലയിലാണ് അവർ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ കാണാതെ പഠിക്കുന്നത്. അവർ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ആ സമഗ്രാധിപതിയുടെ, എല്ലാ സമഗ്രാധിപതികളുടെയും കാലം എന്നെങ്കിലും അവസാനിക്കുമെന്ന് നമുക്കറിയാം. അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ സമഗ്രാധിപതിയുടെ കാലം അവസാനിക്കുകയും പുസ്തകങ്ങളുടെ ആവശ്യം ജനങ്ങൾക്ക് തോന്നാൻ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഈ മനുഷ്യരെല്ലാവരും തിരിച്ചു വന്ന് ഈ തങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഈ പുസ്തകങ്ങളെ പുനഃസൃഷ്ടിക്കുകയും വീണ്ടും വായനശാലകളിൽ ആ പുസ്തകങ്ങൾ വന്ന് എത്തുകയും ആളുകൾ ക്ലാസിക്കുകളിലേക്കും പുസ്തക സംസ്കാരത്തിലേക്കും വായനാ സംസ്കാരത്തിലേക്കും തിരിച്ചു വരികയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ആ സിനിമയുടെയും ആ നോവലിൻ്റെയും ഒരു ഗതി. ഇത് നമ്മുടെ ഇതുപോലൊരു സന്ദർഭത്തിൽ വളരെയധികം സ്മരണീയമായ, വളരെയധികം അർത്ഥഗർഭമായ ഒരു കഥയാണ് എന്ന് എനിക്ക് തോന്നുന്നു. പുസ്തകങ്ങളുടെ വായനയുടെ പ്രാധാന്യം, പുസ്തകങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രാധാന്യം, ഓരോ മനുഷ്യൻ്റെയും വിചാര ലോകം സൃഷ്ടിക്കുന്നതിൽ, രൂപീകരിക്കുന്നതിൽ, അതിൻ്റെ ദിശകൾ രൂപപ്പെടുത്തുന്നതിൽ പുസ്തകങ്ങൾക്കുള്ള പ്രാധാന്യം, ഇതൊക്കെ ഊന്നിപ്പറയുന്ന ഒരു കഥയും ഒരു ചലച്ചിത്രവുമാണ് ഈ ഫാരൻഹൈറ്റ് 451. ഈ ഫാരൻഹൈറ്റ് 451 എന്ന ശീർഷകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ സംശയിച്ചേക്കാം. അത് കടലാസ് കത്തുന്ന താപനിലയാണ്. 451 ഫാരൻഹൈറ്റിലാണ് കടലാസുകൾ കത്തുന്നത്. അതുകൊണ്ടാണ് ആ നോവലിനും ആ ചലച്ചിത്രത്തിനും അതേ പേര് തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകങ്ങൾ വലിയൊരു ഭീഷണി നേരിടുന്ന കാലത്തിരുന്നു കൊണ്ടാണ് നമ്മൾ പുസ്തകങ്ങളെക്കുറിച്ച്, നമ്മെ രൂപീകരിച്ച പുസ്തകങ്ങൾ, നാം വായിച്ച പുസ്തകങ്ങൾ, മറ്റുള്ളവർ വായിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്ന പുസ്തകങ്ങൾ, ഇവയൊക്കെ കുറിച്ചുള്ള ചർച്ച ആരംഭിക്കുന്നത്. ഇത് ഒരു ചോദ്യോത്തരവുമാണ്, അതേസമയം ഒരു സംവാദവുമാണ് എന്ന രീതിയിലാണ് ഞാൻ എനിക്ക് പെട്ടെന്ന് അതിനെക്കുറിച്ചുള്ളൊരു സങ്കല്പനം ഉണ്ടാക്കേണ്ടി വന്നു ഞാൻ സങ്കല്പിക്കുന്നത്. അപ്പോൾ ഞാൻ ബേബിയോട് ആദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, സ്വന്തം വായനയുടെ ഒരു ലഘുചരിത്രം, അത് വളരെ ദീർഘമായ ഒന്നായിരിക്കുമെന്ന് നൽകിയത്, പക്ഷേ വളരെ ചെറുതായിട്ട് എപ്പോഴാണ് വായിച്ചു തുടങ്ങിയത്, എന്തൊക്കെയാണ് വായിച്ചു തുടങ്ങിയത് എന്നുള്ള ആ കാര്യങ്ങൾ വളരെ ചെറുതായ രീതിയിൽ നമ്മുടെ കേൾവിക്കാർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കുക. അതിനുശേഷം നമുക്ക് നമ്മെ അഗാധമായി സ്വാധീനിക്കുകയും നമ്മുടെ ജീവിതവും ചിന്തയുമൊക്കെ രൂപപ്പെടുത്തുകയും ചെയ്ത പുസ്തകങ്ങളിലേക്ക് വരാം. അപ്പോൾ എങ്ങനെയാണ് വായന ആരംഭിക്കുന്നത്, വായനയുടെ ദിശ എന്തായിരുന്നു മുതലായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പുസ്തകങ്ങളുടെ കഥ തന്നെയാണ്, പുസ്തകങ്ങളുടെയും നമ്മുടെയും കഥ തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. വളരെ നന്ദി സച്ചി മാഷ്. വളരെ കാവ്യാത്മകമായി വിഷയത്തിലേക്കൊരു പ്രവേശിക നമ്മുടെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. അത് ഞാൻ സമാന്തരമായി ആലോചിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ ഊഴം വരുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടതെന്ന്. സച്ചി മാഷ് നിർദ്ദേശിച്ചത് അവിടെ നിന്ന് തുടങ്ങാമെന്നാണ് ഞാനും മനസ്സുകൊണ്ട് ആലോചിച്ചത്. സച്ചി മാഷ് ഇവിടെ പറഞ്ഞ നമ്മുടെ ചിന്തയെയും നമ്മുടെ ഭാവി പ്രവർത്തനങ്ങളെയുമൊക്കെ സ്വാധീനിക്കേണ്ട വിഷയം, പുസ്തകങ്ങളുടെ ഭാവി ജീവിതം എന്താണ്, പുസ്തകങ്ങൾ ആക്രമിക്കപ്പെടുന്ന, പുസ്തകങ്ങൾ ദേശദ്രോഹികളായി മുദ്രയടിക്കപ്പെടുന്ന കാലത്തേക്ക് നമ്മൾ നീങ്ങുന്നു. അത് ഒരു കഥയായി അവതരിപ്പിക്കപ്പെട്ടു. അവിടെയും ഗ്രന്ഥശാല കടന്നു വരുന്നുണ്ട്. ഈ പുസ്തകങ്ങൾ സൂക്ഷിക്കുന്ന ഇടങ്ങളുണ്ടാവണം. ഞാൻ വ്യക്തിപരമായി ഒരുപക്ഷെ ഇതുപോലൊരു വേദിയിലാകാം
ഞാൻ ജനിച്ച കാലത്തിന് നന്ദി പറയുകയാണ്. ഒരുപക്ഷെ ഒരു നൂറ്റാണ്ട് മുമ്പായിരുന്നു ഞാൻ ജനിച്ചിരുന്നതെങ്കിൽ വായിക്കുന്നത് പോയിട്ട് അക്ഷരം പഠിക്കാൻ പോലും കഴിയാതെ ജീവിച്ച് മരിച്ച ഒരു വ്യക്തിയായി തീരാമായിരുന്നു. വായിക്കാൻ ഗ്രന്ഥശാലകൾ ഉള്ള ഒരു കാലത്ത് പിറന്നു വളർന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സച്ചിമാഷ പോലുള്ളൊരു പ്രതിഭാശാലിയുടെ അടുത്ത് അനർഹനാണെങ്കിലും ഇരുന്ന് അല്പസമയം വർത്തമാനം പറയാനുള്ള ഒരവസരമുണ്ടായത്. അപ്പോൾ ഞാൻ പ്രാക്കുളം ഫ്രണ്ട്സ് ക്ലബ്ബ് ലൈബ്രറി ഓർക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ കുറേ പുസ്തകങ്ങളെടുത്ത് അവിടെ നിന്നാണ്. കാഞ്ഞാവള്ളിയിലെ പഞ്ചായത്ത് ലൈബ്രറി ഓർക്കുക. നമ്മുടെ പഞ്ചായത്തുകൾ പഞ്ചായത്ത് ലൈബ്രറി നടത്തുന്നു. അതാണ് കേരളത്തിൻ്റെ ഒരു സവിശേഷത. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ. അവിടങ്ങളിൽ നിന്നെല്ലാം എടുത്ത് വായിച്ച പുസ്തകങ്ങളിൽ നിന്നാണ് ഞാൻ അറിയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള സമരം നടക്കുന്ന കാലഘട്ടത്തിൽ ആ സമരത്തിൻ്റെ ഒരു പ്രസ്ഥാനമായി ഒരു വിദേശി ആണ് സ്ഥാപിച്ചതെങ്കിലും, എ ഹ്യൂമാണ് സ്ഥാപിച്ചതെങ്കിലും സ്വദേശി പ്രസ്ഥാനമായിട്ടത് വളർന്നു. ആധുനിക വിദ്യാഭ്യാസം നൽകിയ പുതിയ അറിവുകൾ ഉൾക്കൊണ്ടു. അഹിംസാവാദത്തിൻ്റെ ഒരു പ്രവാചകനായി മാറിയ മഹാത്മജി മുതൽ പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നവരുമെല്ലാം ചേർന്ന ഒരു പ്രസ്ഥാനമായിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള ദേശീയ പ്രസ്ഥാനം. ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു ഇടതുപക്ഷ ധാര, അത് സച്ചിമാഷിൻ്റെ നാട്ടുകാരനായിട്ടുള്ള അബ്ദുൾ റഹ്മാൻ സാഹിബും EMS ഒക്കെ ചേർന്നതാണ്. EMS അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം സെൻറ്റ് തോമസ് കോളേജിലൂടെയാണ് MP പോൾ മാഷിനെയൊക്കെ വിദ്യാർത്ഥിയായിട്ട് വന്നത്. EMS KPCC സെക്രട്ടറി ആയിരിക്കുമ്പോൾ എല്ലാ കോൺഗ്രസ് ഘടകങ്ങൾക്കും അയച്ചൊരു സർക്കുലർ ഈ ലൈബ്രറികളിൽ നിന്ന് പുസ്തകമെടുത്ത് വായിക്കുന്നതിനിടയ്ക്കാണ് ശ്രദ്ധയപ്പെട്ടത്. എന്താ അത്? എല്ലാ KPCC ഘടകങ്ങളും ഒരു ഗ്രന്ഥശാലയും ആരംഭിക്കണം ഗ്രാമങ്ങളിൽ. അപ്പം ഇത് നമ്മുടെ വായനയുടെ ചരിത്രത്തെ സ്വാധീനിച്ച രാഷ്ട്രീയ സംഭവങ്ങളാണ്. ഇപ്പോൾ വായന തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം, പ്രത്യക്ഷമായ രാഷ്ട്രീയ പ്രവർത്തനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ തലമുറ ഗ്രന്ഥശാലകളുള്ള ഗ്രാമങ്ങളിൽ പിറന്നതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ പാഠപുസ്തകങ്ങൾ മാത്രം വായിച്ച് ഒടുങ്ങുമായിരുന്ന ജീവിതമായിരുന്നു. കൂട്ടത്തിൽ പറയാനുള്ളത്, ഇടതുപക്ഷ ബോധത്തിലേക്ക്, അപ്പോൾ ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പക്ഷത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എറിക് ഹോബ്സ്ബാമിൻ്റെ ഒരു പുസ്തകത്തിൽ എന്താണ് ഇടതുപക്ഷം, ഇടതുപക്ഷമുണ്ടോ, അത് തന്നെ നമ്മുടെ സമൂഹത്തിൽ തർക്കമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇടതുപക്ഷമേ ഇല്ല എന്ന് വാദിക്കുന്ന ചിലരുണ്ട്. പക്ഷേ ഹോബ്സ്ബാം വളരെ കൃത്യമായി പറയുന്നു, നിലനിൽക്കുന്ന അനീതികളെല്ലാം സ്വാഭാവികമാണ്, അതൊക്കെ പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അതൊക്കെ സ്വാഭാവികമായി പരിഹരിക്കപ്പെടും എന്ന് കരുതുന്നവരാണ് ഇടതുപക്ഷ വിരുദ്ധർ അല്ലെങ്കിൽ വലതുപക്ഷം. നിലവിലുള്ള വ്യവസ്ഥയുമായി അനുരഞ്ജനപ്പെട്ടു പോകുന്നതാണ്. എന്നാൽ നിലവിലുള്ള വ്യവസ്ഥയുടെ അനീതികൾക്കെതിരെ പൊരുതണം. ഹോബ്സ്ബാമിൻ്റെ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു വാചകം, എത്ര തൃപ്തികരമല്ലാത്ത സാഹചര്യമാണെങ്കിൽ പോലും നിങ്ങൾ അനീതികളോട് പൊരുത്തപ്പെടരുത്, അനീതികൾക്കെതിരായ നിലപാടെടുക്കണം. കാരണം സമൂഹത്തിൽ അനീതികൾ സ്വയം മാറുകയില്ല, ഇടപെട്ട് പൊരുതിയാൽ മാത്രമേ അനീതികൾ മാറുകയുള്ളൂ എന്നുള്ളത് ഹോബ്സ്ബാമിൻ്റെ വളരെ പ്രസിദ്ധമായൊരു നിരീക്ഷണമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദേശീയ പ്രസ്ഥാനത്തിൽ ഇടതുപക്ഷമുണ്ടായിരുന്നു. ആ ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ സംഭാവനയാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം. അപ്പം അതുകൊണ്ട് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ കൂടുതൽ മതേതര ജനാധിപത്യ പുരോഗമന മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നവരുണ്ടായതിൽ ഇടതുപക്ഷ പ്രസ്ഥാനം, ഗ്രന്ഥശാല പ്രസ്ഥാനം, സാക്ഷരതാ പ്രസ്ഥാനം, ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം ഇവയെല്ലാം വളർത്തിയെടുക്കാൻ നടത്തിയ ശ്രമവും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എല്ലാ ബലഹീനതകളോടും കൂടി ഈ പ്രക്രിയയുടെ ഒരു ഉൽപ്പന്നമാണ് ഞാൻ, അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഉദാഹരണത്തിന് 2 പേരുടെ പുസ്തകങ്ങൾ ഇക്കാര്യത്തിൽ വളരെ പ്രധാനമാണ്. കാരണം പള്ളിയിൽ പൂജ നടത്തുന്ന പുരോഹിതന് സഹായങ്ങൾ നൽകാൻ ചില കുട്ടികളെ നിർത്തും, ആൾട്ടർ ബോയ്സ് എന്ന് പറയും. അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. അമ്മയോടൊപ്പം വളരെ കൃത്യമായി പള്ളിയിൽ പോവുകയും അതിൻ്റെ ഓർമ്മകളെല്ലാം ഉണ്ട്.
അമ്മയുടെ ഓർമ്മ വരുമ്പം ആ ഓർമ്മയാണ് എനിക്കുള്ളത്. പക്ഷെ അവിടെ നിന്നും എല്ലാ മതങ്ങളെയും ആദരിക്കുക, ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആചാരങ്ങൾ മാത്രമായി പിന്തുടരേണ്ടതില്ല എന്നൊരു ബോധത്തിലേക്ക് ഞാൻ മാറിയത് മഹാത്മാഗാന്ധിയെ വായിച്ചിട്ടുമാണ്. കാര്യം മഹാത്മാഗാന്ധിക്ക് എനിക്ക് രാമനെന്ന് പറഞ്ഞാൽ റഹിം കൂടിയാണ്. മറ്റു ഘട്ടത്തിൽ മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, ഞാൻ സനാതന ഹിന്ദുവാണ്, ഞാൻ ഇസ്ലാമിൻ്റെ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നു, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ബോൾഷവിക്കാണ് എന്നും ഗാന്ധിജി ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പം ആ ഗാന്ധിജിയെ ഞാൻ പരിചയപ്പെടുന്നത് ഗ്രന്ഥശാലകളിൽ നിന്ന് കിട്ടിയ പുസ്തകങ്ങളിലൂടെയാണ്. MC ജോസഫിൻ്റെയും കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെയും ഇംഗർസോളിൻ്റെയും ബെർട്രൻഡ് റസ്സലിൻ്റെയും രചനകളുമായി പല പല ഘട്ടങ്ങളിൽ പരിചയപ്പെട്ടപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ച്, മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധത്തെക്കുറിച്ചെല്ലാമുള്ള മതാധിഷ്ഠിതമായ ചിന്താഗതികളിൽ നിന്നും വ്യത്യസ്തമായൊരു ധാരയുണ്ട്. ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ ചാർവാകൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. ഇതെല്ലാം ഗ്രന്ഥശാലകളിലൂടെയാണ്, പുസ്തകങ്ങളിലൂടെയാണ് എനിക്ക് ലഭിച്ചത്. അത് വ്യക്തിപരമായി എൻ്റെ മാത്രം ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. കേരളീയ സമൂഹത്തിൻ്റെ പൊതുവിൽ ജനാധിപത്യ പുരോഗമന മൂല്യങ്ങൾ സൃഷ്ടിച്ചത് നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനമാണ്, നമ്മുടെ പുസ്തകങ്ങളാണ്, ചിന്തയാണ്, സംവാദങ്ങളാണ്. ഇതാണ് മാഷ് ചോദിച്ചതിന് ഒരു പ്രതികരണം എന്നുള്ള രൂപത്തിൽ എനിക്ക് ചുരുക്കത്തിൽ പറയാനുള്ളത്. ഒരുപക്ഷെ ബേബി പറഞ്ഞത് നമ്മുടെ എല്ലാം കഥ തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു. ഞാനും ഒരു വളരെ ചെറിയ നാട്ടിൻപുറത്ത് ജനിച്ച ഒരാളായിരുന്നു. കൊടുങ്ങല്ലൂരിനടുത്തുള്ള പുല്ലൂറ്റ് എന്നൊരു ചെറിയ സ്ഥലത്ത്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ആ ഗ്രാമത്തിൽ അന്ന് 2 വായനശാലകൾ ഇല്ലായിരുന്നെങ്കിൽ, ഒന്നെങ്കിലും ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ വായനക്കാരനോ, എഴുത്തുകാരൻ പോകട്ടെ, ഒരു നല്ല വായനക്കാരൻ പോലും ആകുമായിരുന്നില്ല എന്ന്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യം അതിനെ ഒറ്റയ്ക്ക് കണ്ടുകൂടാ. ബേബി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നവോത്ഥാനവുമായി ബന്ധപ്പെടുത്തണം, നമ്മുടെ കലാസമിതി പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തണം, ജീവൽ സാഹിത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തണം. അവയെല്ലാം ചേർന്നുണ്ടാക്കിയ ആ സമഗ്രമായ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന, സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹ സൃഷ്ടിയുടെ അന്തരീക്ഷത്തിലാണ് ഞാനും ജനിക്കുകയും വളരുകയും ഒക്കെ ചെയ്തത്. ഞങ്ങളുടെ നാട്ടിലെ പ്രധാനപ്പെട്ട വായനശാല കുമാരനാശാൻ്റെ പേരിലുള്ള ഒന്നായിരുന്നു, ആശാൻ സ്മാരക വായനശാല. അതിൻ്റെ അന്നത്തെ ലൈബ്രറിയന്മാർ ശമ്പളം പറ്റുന്ന ലൈബ്രറിയന്മാരായിരുന്നില്ല. മിക്ക വായനശാലകളുടെയും കഥ അതായിരിക്കാം. ഏതെങ്കിലും ഒരാൾ വോളണ്ടിയർ ചെയ്യുന്നു, അയാളുടെ ജോലി സമയം കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ വന്ന് പുസ്തകങ്ങൾ വിതരണം ചെയ്യുക, അതിൻ്റെ രജിസ്റ്ററൊക്കെ സൂക്ഷിക്കുക എന്ന് മാത്രമല്ല, ഇവരുടെ മറ്റൊരു ജോലി നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളെ വായിക്കാൻ പ്രേരിപ്പിക്കുക എന്നുകൂടിയായിരുന്നു എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും. ഈ ആശാൻ സ്മാരക വായനശാലയുടെ അന്നത്തെ നടത്തിപ്പുകാരൻ, ഇതുപോലെ ഈ രജിസ്റ്റർ സൂക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്ന ആൾ പിന്നീട് ഒരു വലിയ രാഷ്ട്രീയ നേതാവായി മാറി. അന്ന് നാട്ടിൻപുറത്ത് മാത്രം അറിയപ്പെട്ടുന്നവരാണ്. അയാളുടെ പേര് VK രാജൻ എന്നാണ്. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടോ? പിന്നീട് MLA ആയി, മന്ത്രിയായി. ആ VK രാജൻ അന്നും അദ്ദേഹം തൊഴിലാളി പ്രവർത്തകനാണ്. ആ തൊഴിലാളികളുടെ ഇടയ്ക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞ് പകൽ മുഴുവൻ ആ പ്രവർത്തനം കഴിഞ്ഞ് സന്ധ്യയാവുമ്പോൾ ഈ ലൈബ്രറിയിൽ വരും. ലൈബ്രറിയിൽ വന്ന് പുസ്തകങ്ങളൊക്കെ നോക്കി പുസ്തകങ്ങൾ തിരിച്ചെടുക്കുകയും പുസ്തകങ്ങൾ കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് ആളുകളോട് ഏത് പുസ്തകങ്ങളാണ് വായിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചില ധാരണകൾ, ചില ദിശകൾ, ഇന്നത് വായിക്കണമെന്നൊരു ഏകാധിപതിയെ പോലെ പറയുകയല്ല അദ്ദേഹം ചെയ്തിരുന്നത്. ഏത് ദിശയിലാണ് വായന പോകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഏകദേശ ധാരണ. ടാഗോർ വായിക്കാൻ പറയും, അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മുടെ ഈ ഹിന്ദിയിൽ നിന്നും ബംഗാളിയിൽ നിന്നുള്ള ധാരാളം വിവർത്തനങ്ങളുടെ ഒരു കാലമായിരുന്നു എൻ്റെ കുട്ടിക്കാലം. പ്രധാന ഓർമ്മകൾ ഒരുപാട് ആ വിവർത്തനങ്ങളെക്കുറിച്ച് കൂടിയാണ്. തകഴിയുടെയും ബഷീറിൻ്റെയും ദേവിൻ്റെയും വൈലോപ്പള്ളിയുടെയും ശങ്കരക്കുറുപ്പിൻ്റെയും എടശ്ശേരിയുടെയും കുഞ്ഞിരാമൻ നായരുടെയും ഒക്കെ കവിതകൾ വായിക്കുന്നതോടൊപ്പം തന്നെ ഈ ഉദാഹരണ സോവിയറ്റ് കാലത്തെ അല്ലെങ്കിൽ റഷ്യൻ ക്ലാസിക്കുകളായിട്ട് അറിയപ്പെടുന്ന ഡോസ്റ്റോയെവ്സ്കിയുടെ കൃതികൾ വായിക്കുക, തുർഗനേവിൻ്റെ കൃതികൾ വായിക്കുക. മലയാളത്തിൽ ആദ്യം ഞാൻ വായിക്കുന്നത് മലയാളത്തിലാണ്, പിന്നീട് ചിലതൊക്കെ ഞാൻ ഇംഗ്ലീഷിലും വായിക്കാനിടയായി. അതുപോലെ ടാഗോറിൻ്റെ ഗീതാഞ്ജലി അല്ലെങ്കിൽ 101 കിരണങ്ങൾ, ഏകോത്തർശതി എന്ന പേരിൽ അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്ത കവിതകൾ ബംഗാളിയിൽ വന്നത് അതിമനോഹരമായി. ഞാൻ പല ഭാഷകളിലും ടാഗോറിൻ്റെ കവിതകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര മനോഹരമായ പരിഭാഷ, ശങ്കരക്കുറുപ്പിനെ ഞാൻ ഓർക്കുന്നത് പ്രധാനമായിട്ടൊരു വിവർത്തകനാണ്. അത് അദ്ദേഹത്തിൻ്റെ കവിത്വത്തെ തള്ളിക്കളയാനല്ല, കവിത്വത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത്.
അതിമനോഹരമായ ടാഗോർ ഉപയോഗിച്ച അതേ രീതികളും വൃത്തങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, പുതിയ വൃത്തങ്ങൾ അതിനുവേണ്ടി അദ്ദേഹം ധാരാളമായി കണ്ടുപിടിച്ചു മലയാളത്തിൽ, ഉപയോഗിച്ചുകൊണ്ട് ഈ ടാഗോറിൻ്റെ കൃതികൾ, ഗീതാഞ്ജലിക്ക് പല പരിഭാഷകളും മലയാളത്തിലുണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 10 പരിഭാഷകളെങ്കിലും ഉണ്ട്. അതിലും ഉത്തമമായ പരിഭാഷ അദ്ദേഹത്തിൻ്റെതാണ്. അതുപോലെ ഏകോത്ര ശതി പോലും ഈ 101 കിരണങ്ങൾ എന്ന പേരിലാണത് മലയാളത്തിൽ വന്നിട്ടുള്ളത്, ആ പുസ്തകങ്ങൾ. അതുപോലെ മാണിക് ബാനർജിയുടെയും താരാശങ്കർ ബാനർജിയുടെയും ബിമൽ മിത്രയുടെയും ഹിന്ദിയിൽ നിന്നുള്ള യശ്പാലിൻ്റെയും ജയേന്ദ്രകുമാറിൻ്റെയും ഒക്കെ പുസ്തകങ്ങൾ മലയാളത്തിലെ ഞാൻ സൂചിപ്പിച്ച പ്രശസ്ത നോവലിസ്റ്റുകളുടെയും പൊറ്റക്കാട്ടൊക്കെ ഉൾപ്പെടെയുള്ള നോവലിസ്റ്റുകളുടെയും കവികളുടെയും ഒക്കെ കൃതികളോടൊപ്പം വായിച്ച ഒരു കുട്ടിക്കാലം, എൻ്റെ സ്കൂൾ കാലത്തെ വായനയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ സ്കൂൾ കാലമാണ് എന്നിലെ ഒരു വായനക്കാരനെ പ്രധാനമായി രൂപപ്പെടുത്തി. വായനക്കാരന് മാത്രമല്ല, എന്നിൽ എന്തെങ്കിലും ചിന്തയുടെ അംശമുണ്ടെങ്കിൽ, വിചാരത്തിൻ്റെ അംശമുണ്ടെങ്കിൽ, എഴുത്തിൻ്റെ അംശമുണ്ടെങ്കിൽ അതിനെയൊക്കെ രൂപപ്പെടുത്തുന്നതിൽ ആ കാലത്തെ വായന ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനത് തുടരുന്നില്ല. പിന്നീട് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുന്നു, പിന്നീട് മഹാരാജാസിൽ പഠിക്കുന്നു. അതെല്ലാം കൂടുതൽ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള യാത്രയായിട്ടല്ല ഞാൻ കണ്ടിട്ടുള്ളത്, കൂടുതൽ വലിയ വായനശാലകളിലേക്കുള്ള യാത്രയായിട്ടാണ്. കാരണം ഇവിടെ എല്ലാം വലിയ വലിയ വായനശാലകൾ ഉണ്ടായിരുന്നു. ആ വായനശാലകളിൽ നിന്ന് വായിച്ച അനേകം പുസ്തകങ്ങളും അതിനുശേഷം ജീവിതമുടനീളം വായിച്ചുകൊണ്ടിരിക്കുന്നതുമായ പുസ്തകങ്ങളുമൊക്കെയാണ് നമ്മുടെ ചിന്തയെ രൂപപ്പെടുത്തുകയും മാറ്റുകയും ഒക്കെ ചെയ്യുന്നതിന് വളരെയേറെ സഹായിച്ചിട്ടുള്ളത്. ഇനി എനിക്ക് ബേബിയോട് ചോദിക്കാനുള്ളത്, ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മുടെ ജീവിതത്തെ ഏറ്റവും ആഴത്തിൽ സ്വാധീനിച്ച 4-5 പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ, അത് പെട്ടെന്ന് ചോദിച്ചാൽ വിഷമമുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. 4-5 പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ഏത് പുസ്തകങ്ങളെക്കുറിച്ചായിരിക്കും ബേബി പറയുക? സമാന്തരമായിട്ട് ഞാൻ ഈ പുസ്തകങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ട്. അങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യൻ ചിന്തയനുസരിച്ച് അത് സാധിക്കുമെന്നാണ്. അഷ്ടാവധാനൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ശതാവധാനൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാങ്കല്പികമായ ആശയങ്ങളാണ് ഒരേ സമയം പലതിൽ. പക്ഷേ 2 കാര്യങ്ങൾ നമുക്ക് കേൾക്കുകയും ചെയ്യാം, നമുക്ക് അന്വേഷിക്കുകയും ചെയ്യാം. പുസ്തകങ്ങളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഹെമിംഗ്വേയുടെ ജീവിതത്തിലെ ഒരു സംഭവമുണ്ട്, വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തെ യുവാവായ ഒരു എഴുത്തുകാരൻ ചെന്നിട്ട്, എഴുത്തുകാരനായിട്ട് ഞാൻ ചിലത് എഴുതിയിട്ടുണ്ട്, അത് വായിക്കണം, അങ്ങയുടെ ഉപദേശം വേണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം, ഹെമിംഗ്വേ ആദ്യം ചോദിച്ചത്, നിങ്ങൾ യുദ്ധവും സമാധാനവും വായിച്ചിട്ടുണ്ടോ എന്നാണ്. അപ്പം അയാൾ വായിച്ചിട്ടില്ല. അതൊക്കെ വായിക്കണം. എന്നിട്ട് അദ്ദേഹം 10-12 പുസ്തകങ്ങൾ, അതിനകത്ത് വുതറിങ് ഹൈറ്റ്സ് ഉണ്ട്, അങ്ങനെ കുറേ പുസ്തകങ്ങൾ, വളരെ പ്രസിദ്ധമായിട്ടുള്ള വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങൾ. പിന്നെ ഹെമിംഗ്വേ തന്നെ ഈ ലിസ്റ്റ് റിവൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ജെയിംസ് ജോയ്സിൻ്റെ പുസ്തകം ചേർത്തു, അങ്ങനെ മറ്റ് പല പുസ്തകങ്ങൾ, ഡോസ്റ്റോവസ്കിയുടെ പുസ്തകം, ഇതൊക്കെ ചേർത്തിട്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ വായിച്ച് നമ്മളെ അഗാധമായി സ്വാധീനിച്ചിട്ടുള്ള പുസ്തകങ്ങളെക്കുറിച്ച് ഉള്ള ചിന്ത വളരെ വളരെ നമ്മളെ പല തലങ്ങളിലേക്ക് ചിന്തിക്കാൻ. അപ്പം എനിക്കൊരു സംശയമില്ല, എൻ്റെ ഏറ്റവും കൂടുതൽ രചനയുടെ സാഹിത്യ ഭംഗി കൊണ്ടും കാവ്യ സൗമകാരിത കൊണ്ടും പിന്നെ ചിന്തയുടെ അഗാധത കൊണ്ടും ഒക്കെ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള രചന 2 ചെറുപ്പക്കാർ, 30 വയസ്സിനടുത്തുള്ള, 30 വയസ്സുകാരനും 28 വയസ്സുകാരനുമായിട്ടുള്ള 2 താടിക്കാർ എഴുതിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തന്നെയാണ്. അതിനകത്തൊരു സംശയമില്ല. അപ്പോൾ പാർട്ടി അച്ചടക്കം മൂലം ബേബി പറയുന്നതായിരിക്കും എന്ന് ചിലരെങ്കിലും ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവും. അവരെ ഒട്ടും മോശമാക്കാനല്ല, ഞാനീ പറഞ്ഞത് ശരിയാണെന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അവർ മനസ്സിരുത്തി വായിച്ചാൽ അവർക്ക് മനസ്സിലാവും. ഒരു യുഗസംക്രമണത്തിൻ്റെ ആഹ്വാനം മുഴക്കിയ ഗ്രന്ഥമാണ്. പലർക്കും അറിയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ രചനയുടെ സാഹിത്യമൂല്യത്തെക്കുറിച്ച് പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഒന്ന്. പക്ഷെ പെട്ടെന്ന് ഞാൻ പിന്നെ വരുന്നത് ആരോഗ്യ നികേതനത്തിലേക്കാണ്. താരാശങ്കർ ബന്ദോപാധ്യായയുടെ ആരോഗ്യ നികേതനം, ജീവൻ മശായി എന്ന് പറയുന്ന കഥാപാത്രം. അതിപ്രഗത്ഭരായ ചില ആയുർവേദ വൈദ്യന്മാരെ, അവിശ്വസനീയമായ ചികിത്സാ സാമർഥ്യം പ്രകടിപ്പിച്ചിട്ടുള്ള ചിലരെ എനിക്ക് കണ്ടുമുട്ടാനിടയായിട്ടുണ്ട്. ലിംഫോമയ്ക്ക് ദീർഘകാലം ചികിത്സിച്ചിട്ട് 10-30 ലക്ഷം രൂപ വരെ ചിലവാക്കി ചികിത്സ നടത്തി. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ പലതവണ പോയി. കുടുംബത്തിൻ്റെ നിർബന്ധത്തിന് സത്യസായിബാബയെ കാണാനും പോയി. ഇതെല്ലാം നടക്കുന്നത് 20 വർഷം മുമ്പാണ്. ഒടുവിൽ പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറായിട്ടുള്ള രാജൻ ബാബു, അദ്ദേഹത്തിൻ്റെ കുടുംബം 20 വർഷം മുമ്പ് വീണ്ടും വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവർ പരിശോധിച്ചിട്ട് പറഞ്ഞു, അധികം ആയാൽ 2 ആഴ്ച കൂടി ഇനിയുള്ളൂ, ഒരു സുഖമരണത്തിന് കൊണ്ടുപോകൂ.
ഒരാഴ്ച മുമ്പ് ഞാൻ പാലക്കാട് പോയി പങ്കെടുത്ത കല്യാണത്തിന് ഈ രാജൻ ബാബു കുടുംബത്തോടൊപ്പം വരും. നല്ല ആരോഗ്യത്തോടു കൂടി ചിരിച്ചു കൊണ്ടുവന്നു. അയാളെ ചികിത്സിച്ചത് ആയുർവേദ സിസ്റ്റമാണ്. അത് ഡെഹ്റാഡൂണിലുള്ള വൈദ്യ ബാലേന്ദു എന്ന് പറയും. പത്മശ്രീയൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. വേണ്ടെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞത് താരാശങ്കർ ബന്ദോപാധ്യായ ഞാൻ ഓർക്കും. അങ്ങനെ പലരുമുണ്ട് ഇത്തരം. അപ്പോൾ മാനിഫെസ്റ്റോയിൽ നിന്ന് ആരോഗ്യ നികേതനത്തിലേക്ക് ഞാൻ വന്നു. പിന്നെ ചങ്ങമ്പുഴയിലേക്ക് പോകും. ചങ്ങമ്പുഴയുടെ കൃതികൾ പലതും വായിച്ചിട്ട് ആവേശം കൊണ്ടിട്ടുണ്ട്. സ്റ്റാലിനെയൊക്കെ പരിഹസിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഉലകത്തിൽ മറ്റെങ്കൊണ്ട് ഇവിടുത്തെ പോലുള്ള അവധിയില്ലാത്ത വിഭവങ്ങൾ, ഫലമെന്തെന്നിട്ടും ഉലകിൽ മറ്റെങ്കൊണ്ട് ഇതുപോലെ ഉൾക്കട ദുരിതങ്ങൾ, അടിയട്ടെ ചെങ്കോലടിയട്ടെ വേഗം അരിവാളിൻ കാലം അണയട്ടെ. അപ്പോഴാണ് ചെങ്കോലും എടുത്തിട്ട് ചിലർ പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് പോകുന്നത്. അടിയട്ടെ ചെങ്കോലടിയട്ടെ എന്ന് ഇത് മുൻകൂട്ടി കണ്ടിട്ട് ചങ്ങമ്പുഴ എന്നും എഴുതിയതാണ്. അപ്പോൾ വർത്തമാനകാല പ്രസക്തിയുള്ള രചനകൾ ചങ്ങമ്പുഴയെപ്പോലുള്ളവർ എഴുതിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മലയാള കാവ്യലോകത്ത് ചങ്ങമ്പുഴയ്ക്ക് സാനു മാഷ് പറഞ്ഞതുപോലെ നക്ഷത്രങ്ങളുടെ പ്രേമഭാജനം ആയിട്ടൊരു സ്ഥാനം ചങ്ങമ്പുഴയ്ക്കുണ്ട്. പക്ഷെ അത് കഴിയുമ്പോൾ ഉടനെ കുമാരനാശാൻ മനസ്സിലേക്ക് കടന്നു വരും. എന്താ ഞാൻ ഒന്നും പറയുന്നില്ല, സച്ചിമാഷിൻ്റെയൊക്കെ മുമ്പിൽ ഇരുന്നിട്ട് ഞാനൊന്നും പറയുന്നില്ല. കഴിഞ്ഞ ദിവസം സുനിൽ പിള്ളയുടെ ഒക്കെ പങ്കെടുത്തൊരു സ്ഥലത്ത് വെച്ച് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് അവിടെ സംസാരിക്കേണ്ടി വന്നത്. അപ്പോൾ ആശാൻ്റെ നിർവചനം സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമായത് ആണ് തായേ എന്ന് വേറൊരു നമ്മുടെ സമൂഹത്തിലെ സോഷ്യൽ ഇനീക്വാളിറ്റിയുടെ ഭീകരത കൊണ്ട് അതിശക്തമായിട്ട് ഒരു നിലപാട് അദ്ദേഹം എടുക്കണം. അപ്പം സ്വാതന്ത്ര്യത്തിനെതിരായിരുന്നു എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ വാദിക്കുന്നുണ്ട്. അവർ ആശാനെ മനസ്സിലാക്കിയിട്ടില്ലാത്തവർ എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ ഈ കുറച്ചപ്പുറം ജീവിച്ച വൈലോപ്പിള്ളിയുടെ ചില രചനകളൊക്കെ വായിക്കുമ്പോൾ എപ്പോഴാണ് നിങ്ങൾക്ക് എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നുകയും നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം ഏറ്റവും കൂടുതൽ ആനന്ദകരമാകുകയും ചെയ്തതെന്ന് ഭാര്യ ചോദിക്കുമ്പോൾ അത്യാനന്ദം എന്നാണെന്ന് തോന്നുന്നു ആ കവിതയുടെ പേര്. അത്രയും അത് ഞാൻ മുഴുവൻ ഇവിടെ ചൊല്ലാൻ ഞാൻ പുറപ്പെടുന്നില്ല. അപ്പം മനുഷ്യബന്ധങ്ങളെക്കുറിച്ചെല്ലാം, അതേസമയം സമത്വപൂർണമായൊരു ലോകത്തെക്കുറിച്ചുള്ള ആശയം ഇത്രയധികം ഓണപ്പാട്ടുകൾ എഴുതിയിട്ടുള്ള വേറൊരു കവിയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എത്ര ഓണപ്പാട്ടുകാരെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കവികൾ സവർണ പ്രതിപക്ഷമാണ് എന്ന് എഴുതിയതും കേരളത്തിൻ്റെ ജീവിതത്തെ ഒരു സമത്വപൂർണമായ ലോകം സൃഷ്ടിയാണ് നടക്കുന്നതെന്ന് അഭിവാദനം എന്ന് പറഞ്ഞിട്ടുള്ള കവിതയാണെന്ന് തോന്നുന്നു. അപ്പോൾ വൈലോപ്പിള്ളിയെ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. പിന്നെ ഈ ജില്ലക്കാരൻ തന്നെയായിട്ടുള്ള വി കെ ആണ് രചനയുടെ ലോകത്ത്. പക്ഷെ വി കെനെ പറയുമ്പോൾ അതിനു മുമ്പ് കോവിലനെ പറയേണ്ടിയിരുന്നില്ലേ? അല്ലേ? കോവിലനാരാ? അപ്പോൾ ഞാൻ ജനിച്ച കാലത്തിന് നന്ദി പറയുന്നത് ഇവരിൽ പലരെയും വ്യക്തിപരമായി പരിചയപ്പെടാനും സൗഹൃദം സ്ഥാപിക്കാനുമൊക്കെ കഴിഞ്ഞത് കാലം എൻ്റെ ജന്മം ഇത്തരത്തിൽ നിശ്ചയിച്ചതുകൊണ്ടാണ് എന്നുകൂടി പറയേണ്ടി വരും. അപ്പോൾ അക്ഷരം പഠിച്ചിട്ടും സാഹിത്യം വായിക്കാനുള്ള ഒരു പ്രചോദനം കൂടി നമ്മളിൽ നിക്ഷേപിക്കപ്പെട്ടിരുന്നില്ലെങ്കിൽ ഇത് പലതും നമുക്ക് അന്യമാവും. എം ഡി രാമനാഥനെ കേട്ട് ഇപ്പം വായനയെന്ന് പറയുമ്പോൾ പുസ്തക വായന മാത്രമല്ല, സംഗീത വായനയും ചലച്ചിത്ര വായനയും നാടകം കണ്ടാസ്വദിക്കലും ഒക്കെ ഈ വായനയുടെ പരിധിയിൽ വരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം പുസ്തക കേന്ദ്രിതമായി പോവും സാഹിത്യ ചർച്ച എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ആ പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ മനുഷ്യൻ്റെ സർഗപ്രതിഭയുടെ ആവിഷ്കാരങ്ങളായ മറ്റു മേഖലകളിലേക്കും, മഹത്തായ ശില്പങ്ങൾ, മഹത്തായ ചിത്രങ്ങൾ, മഹത്തായ നാടകങ്ങൾ, നാടകാവിഷ്കാരങ്ങൾ, അതിലും വളരെ നല്ലൊരു ഡ്രാമ സ്കൂൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് തൃശ്ശൂർ എന്നുള്ളത്. ചിറമ്മേലെ പോലുള്ള പ്രതിഭാശാലികളുടെ നാടാണ്. ശങ്കരപ്പിള്ള മാഷ് വലിയ സംഭാവന നൽകിയൊരു സ്ഥലമാണെന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് സാഹിത്യത്തിലൂടെ നമുക്ക് തുറന്നു കിട്ടിയ ലോകങ്ങൾ വ്യത്യസ്തങ്ങളാണ്. എന്നാൽ വായിക്കാൻ കഴിയാതെ പോയ കൃതികളെക്കുറിച്ചുള്ള ദുഃഖം, ഇപ്പോൾ വായിക്കാൻ വേണ്ടി വാങ്ങിയിട്ട് തന്നെ ചില പുസ്തകങ്ങൾ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് മറ്റ് പലരുടെയും അനുഭവമാണെന്നുള്ളത് കൊണ്ടാണ് ലജ്ജ കൂടാതെ ഞാനത് തുറന്നു പറയുന്നത്. അപ്പം ലൈബ്രറിയിൽ ചെന്ന് ചില പുസ്തകം എടുക്കാൻ പോകുമ്പോൾ എന്നോട് നിശബ്ദമായ ചില പുസ്തകങ്ങൾ ചോദിക്കുന്നുണ്ട്. താൻ എന്നെ ഇനിയും പരിഗണിക്കുന്നില്ലേ എന്നുള്ള ചോദ്യം ഞാൻ ഇടയ്ക്ക് കേൾക്കാറുണ്ട്. ശരി, വരട്ടെ, ആയുസ് നീട്ടി കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവിടെ ഞാൻ സാർത്തറിനെ ഓർക്കുകയാണ്. സാർത്ത്, ഞാൻ എൻ്റെ മതം കണ്ടെത്തി, മതം പുസ്തകങ്ങളാണ്, എൻ്റെ ക്ഷേത്രം ലൈബ്രറിയാണ് എന്ന് പറഞ്ഞ സാർത്തർ. അവിടെ പൂർണ്ണമായും ഞാൻ ജീൻ പോൾ സാർത്തറിനൊപ്പമാണെന്നാണ് പറയുന്നത്.
പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഏത് സംസാരത്തിനും അനന്തമാകാതെ വയ്യ. പക്ഷേ വളരെ ശാന്തമായ, വളരെ പരിമിതമായ സമയത്തിനുള്ളിലാണ് നമ്മൾ പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. അവനവനെ സ്വാധീനിച്ച പുസ്തകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു കൃത്യമായ പട്ടികയൊന്നും ഉണ്ടാക്കുക സാധ്യമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ ചോദ്യം എനിക്കൊരിക്കൽ ഇതേപോലൊരു സംഭാഷണത്തിൽ NE സുധീറിൽ നിന്ന് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. കൃതി എന്ന ഉത്സവത്തിൽ വെച്ച് ഞങ്ങൾ തമ്മിൽ പുസ്തകങ്ങളെ പറ്റിയുള്ളൊരു സംഭാഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചില പുസ്തകങ്ങളെ, അപ്പോൾ ഓർത്ത പുസ്തകങ്ങളെയാണ് പറഞ്ഞത്. ഇപ്പോഴും ഞാനൊരു പക്ഷേ അത് വലിയ വ്യത്യാസമില്ലാതെ ആവർത്തിക്കുകയാണ്. ഞാൻ 3 പുസ്തകങ്ങൾ വായിച്ചത് ഏതാണ്ട് ഒരേ കാലത്താണ്. പിന്നീട് പല പുസ്തകങ്ങൾ വായിച്ചെങ്കിലും ആ 3 പുസ്തകങ്ങളിൽ ഒന്ന് ബൈബിളാണ്. ഒരു അൾത്താര ബാലനായിരിക്കുന്നതിൽ ഒട്ടും തന്നെ പശ്ചാത്തപിക്കേണ്ടതില്ല എന്ന് ബേബിയോട് ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിനടിയിൽ എവിടെയോ ക്രിസ്തു എന്ന മനുഷ്യൻ, ദൈവപുത്രനായിട്ടൊന്നുമല്ല, ക്രിസ്തു എന്ന മനുഷ്യൻ, ആ മനുഷ്യൻ്റെ സഹനം, ഏറ്റവും അടിത്തട്ടിലെ മനുഷ്യരുമായുള്ള ആ മനുഷ്യൻ്റെ സഹാനുഭൂതി എന്നോ അതിനേക്കാളും വലിയ ഐഡൻറ്റിഫിക്കേഷൻ തന്നെ താതാത്മ്യം. ആ താതാത്മ്യം ഒരു വലിയ ഒരു സ്വാധീനമായിട്ട് അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ പ്രവർത്തിക്കാനുള്ള ഊർജം, അതൊരു വലിയ കാര്യമായിട്ട് തോന്നുന്നു. അതിനൊരു പ്രധാന കാരണം, ഞാൻ ക്രൈസ്റ്റ് കോളേജിലൊരു വിദ്യാർത്ഥിയായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ബൈബിളുമായിട്ട് ഞാൻ ആഴത്തിൽ പരിചയപ്പെടുകയും ബൈബിൾ പലതവണ വായിക്കുകയും അതിലെ ചില ഭാഗങ്ങൾ എന്നെ വളരെയധികം ആകർഷിക്കുകയും ചെയ്തു. അത് സന്ദേശങ്ങൾ കൊണ്ട് മാത്രമല്ല, അതിൻ്റെ ഭാഷ കൊണ്ടും അത്ഭുതകരമായ, നമുക്ക് സോളമൻ്റെ ഗീതങ്ങളൊക്കെ പോലുള്ള അത്ഭുതകരങ്ങളായ ഉത്തമ കവിത എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള ഗീതങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഒരു പുസ്തകം എന്നുള്ളത് എനിക്ക് ബൈബിൾ ഒരു വലിയ പുസ്തകമായിട്ട്. ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് ബുദ്ധൻ്റെ ധമ്മപദ അഥവാ ധർമ്മപഥം എന്ന കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ വായിക്കുന്നത്. ആ ബുദ്ധൻ്റെ ധർമ്മപഥത്തിലും അതിലെ അടിസ്ഥാന തത്വങ്ങൾ, അതിലെ കരുണ, മൈത്രി, മുദിതം, ഉപേക്ഷ മുതലായിട്ടുള്ള ബുദ്ധമതത്തിൻ്റെ ബുദ്ധമതം എന്ന് സാധാരണ ഒരു മതം എന്നുള്ള അർത്ഥത്തിൽ പറയാൻ കഴിയില്ല. ബുദ്ധദർശനത്തിൻ്റെ ഈ അടിസ്ഥാന തത്വങ്ങളും വേറൊരു രീതിയിൽ എൻ്റെ മനസ്സിനെ കാര്യമായി സ്വാധീനിച്ചു. എനിക്കൊന്നും സങ്കല്പിക്കാൻ കഴിയുന്ന ഉയരത്തിലല്ല ഇവരാരും. ഞാൻ പറയുന്നത് നമ്മുടെ ചിന്തയെ സ്വാധീനിക്കുന്നതിൽ ആശയങ്ങളെക്കുറിച്ചാണ്. അതേ സമയത്ത് തന്നെയാണ് ബേബി പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവും ഞാൻ ആഴത്തിൽ വായിക്കുന്നത്. ഇത് പലർക്കും ഒരു വൈരുദ്ധ്യമായിട്ട് തോന്നാമെങ്കിലും ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അതിനൊരു സ്വാതന്ത്ര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ബൈബിളിൻ്റെയും ധർമ്മപഥത്തിൻ്റെ അല്ലെങ്കിൽ ധമ്മപദയുടെയും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൻ്റെയും ആത്യന്തിക സന്ദേശത്തിൽ ഏതോ ഒരു തരത്തിലുള്ള ഐക്യം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതിലെ പ്രധാന കാര്യങ്ങൾ ഇതാണ്: സാധാരണ മനുഷ്യരോടുള്ള കാരുണ്യവും സഹാനുഭൂതിയും എന്ന ഒരു കാര്യം, നീതിക്ക് വേണ്ടിയുള്ള ആഗ്രഹവും നീതിക്ക് വേണ്ടി സ്വയം ബലിയാകാൻ തയ്യാറാകുന്ന രീതിയിലുള്ള നിർഭയതയും. അത് നമ്മൾ പിന്നീട് ഗാന്ധിയെപ്പോലുള്ള വലിയ ആളുകളിൽ നമ്മൾ കണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ അനേകം കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷികൾ ഉൾപ്പെടെയുള്ള രക്തസാക്ഷികളിൽ, സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷികളിൽ ഒക്കെ നാം കണ്ടതാണ്. ഒരു ആദർശം അവനവനേക്കാൾ, സ്വന്തം ജീവിതത്തെക്കാൾ വലുതായി മാറുന്ന അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ. അത് ഈ 3 കൃതികളിലും പല രീതികളിൽ ഈ ത്യാഗത്തിൻ്റെ പ്രാധാന്യം, കാരുണ്യത്തിൻ്റെ പ്രാധാന്യം, സഹാനുഭൂതിയുടെ പ്രാധാന്യം, അടിത്തട്ടിലെ മനുഷ്യരെ ദൃശ്യരാക്കുന്ന തരത്തിലുള്ളൊരു വ്യവസ്ഥയുടെ പ്രാധാന്യം, നിയമത്തിന് മുന്നിൽ നടക്കുന്ന നീതിയുടെ പ്രാധാന്യം. നിയമം പതുക്കെ ഞൊണ്ടി പിന്നാലെ വരികയുള്ളൂ, നീതിയാണ് എന്നും മുന്നിൽ നടക്കുന്നത്. നമുക്കറിയാം, ഓരോ വിഭാഗങ്ങൾ ഉണരുമ്പോഴാണ് അവർക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കപ്പെടുന്നത്. ഓരോ വിഭാഗങ്ങൾ ഉറങ്ങുമ്പോഴും അവർക്കെതിരായ നിയമങ്ങൾ ഉണ്ടാക്കപ്പെടുന്നൊരു കാലത്താണ് നാം. പക്ഷേ നമുക്കറിയാം, ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ സ്ത്രീകൾ, അവരൊക്കെ ഉണരുകയും വലിയ മഹാപ്രസ്ഥാനങ്ങൾ നയിക്കുകയും ചെയ്തപ്പോഴാണ് സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങൾ ഉണ്ടാകുന്നു, ട്രാൻസ്ജെൻഡേഴ്സ് ദൃശ്യരാകുന്നു, അവർക്ക് തങ്ങളുടെ സ്വത്വം വെളിപ്പെടുത്താം എന്നായിട്ട് മാറുന്നു. അപ്പോൾ ഈ 3 പുസ്തകങ്ങൾ വലിയ ആഴത്തിൽ സ്വാധീനം. അതിനോടൊപ്പം തന്നെ എടുത്തു പറയാവുന്നതാണ് ഒന്ന് ആത്മോപദേശ ശതകം, ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം. അതിലുള്ള ഈ അപരത്വം എന്നത്
ഇല്ലാത്ത രീതിയിലുള്ള മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള ആഴമേറിയ ദർശനം. താനും അപരനും അപരനായി കരുതപ്പെടുന്നയാളും ഒന്നു തന്നെയാണ് എന്ന് സ്വയം വെളിപ്പെടുന്ന ഗുരുവിൻ്റെ ഔന്നത്യത്തിലേക്കോ അദ്ദേഹത്തിൻ്റെ ആത്മീയമായ സാക്ഷാത്കാരത്തിലേക്കോ ഒന്നും ചെല്ലാൻ എനിക്കല്ല, കുമാരനാശാന് പോലും കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതൊരു വളരെ അഗാധമായ രീതിയിലുള്ള സ്വാധീനം എൻ്റെ ജീവിതത്തിൽ ചിന്തയിൽ ഉടനീളം തന്നെ ഉണ്ടായിട്ടുണ്ട്. അത്ര തന്നെ പ്രധാനമാണ് ഒരുപക്ഷെ ഗാന്ധിയുടെ ഹിന്ദ് പോലുള്ള ഒരു പുസ്തകം. രണ്ട് സംസ്കാരങ്ങളുടെ ഏറ്റുമുട്ടൽ എങ്ങനെയാണ് നടക്കേണ്ടത്, എന്തുകൊണ്ട് പാശ്ചാത്യ സംസ്കാരത്തെ പൂർണ്ണമായി തിരസ്കരിക്കണമെന്നൊന്നുമല്ല അതിൻ്റെ, അത് പലപ്പോഴും വളരെ ലളിതവൽക്കരിക്കപ്പെട്ട രീതിയിലാണ് വായിക്കപ്പെട്ടുള്ളത്. അങ്ങനെയല്ല, അതിൻ്റെ ചില തിന്മകൾ എന്താണെന്നും അതെങ്ങനെയാണ് മനുഷ്യരിൽ നിന്ന് അകറ്റുകയും യന്ത്രങ്ങളെ നമ്മെ ഭരിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നതെന്നുമുള്ളൊരു ഉൾക്കാഴ്ചയിൽ നിന്നാണ് അതിലെ സംസ്കാര സങ്കല്പം വരുന്നത്. ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ യന്ത്രങ്ങൾക്കെതിരല്ല, ഞാൻ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ആൾ പോലുമാണ്. അദ്ദേഹം ഒരു ഘടികാരം അദ്ദേഹത്തിൻ്റെ അരയിൽ തന്നെ തൂക്കിയിട്ടാണ് നടന്നിരുന്നത്. പക്ഷേ തനിക്ക് ഈ യന്ത്രങ്ങൾ മനുഷ്യരെ ഭരിക്കുന്ന ഒരു കാലത്തെ ഭയമാണ്. പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ വരുന്ന ഒരു കാലത്ത് ആ ഭയം കൂടുതൽ ശരിയായിട്ട് വരികയാണ്. അപ്പോൾ ഈ തരത്തിലുള്ള പുസ്തകങ്ങളാണ് ചിന്താപരമായി എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ബേബി പറഞ്ഞ പോലുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഡോസ്റ്റോയെവ്സ്കിയുടെയും ടോൾസ്റ്റോയുടെയും കൃതികളുണ്ട്, അല്ലെങ്കിൽ താരാശങ്കറിൻ്റെ കൃതികളുണ്ട്, ബഷീറിൻ്റെയും തകഴിയുടെയും ഉൾപ്പെടെയുള്ള കൃതികളുണ്ട്, വൈലോപ്പിള്ളിയുടെ കൃതികളുണ്ട്, ആശാൻ്റെ നിശ്ചയമായിട്ടും ആശാൻ്റെ ഗംഭീരങ്ങളായ കരുണ ഉൾപ്പെടെയുള്ള കൃതികളുണ്ട്. ഇവയെല്ലാം ചേർന്ന് ഉണ്ടാക്കിയ ഒരു രാസസങ്കരം ആണ് ഒരുപക്ഷെ എൻ്റെയൊക്കെ ജനിതകത്തിൽ അത് പരിശോധിക്കുകയാണെങ്കിൽ കാണുക എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഒരുപാട് ആളുകളെ സംബന്ധിച്ച് സത്യമായിരിക്കാം. എൻ്റെ ഒരു അനുഭവം ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ഈ സംസാരം ഏത് രീതിയിലും ഇനി തുടരാവുന്നതാണ്. ഇനി വേണമെങ്കിൽ ബേബി അടുത്ത് വായിച്ച ഒരു പുസ്തകത്തെക്കുറിച്ച് അല്പം പറയുകയാണെങ്കിൽ ഞാനും ഒരു ചെറിയ പുസ്തകത്തെക്കുറിച്ച് പറയാം നമുക്ക്, എന്നിട്ട് നമുക്ക് തുറന്നു കൊടുക്കാം പറ്റുമെങ്കിൽ. അല്ല, മാഷിപ്പോൾ ഈ പറഞ്ഞ ബൈബിള്, അതിലെ ഗിരിപ്രഭാഷണം, ആധുനിക ഒരു സംഘം എഴുത്തുകാരുടെ നേതൃത്വത്തിൽ ആധുനീകരിക്കപ്പെട്ട ബൈബിൾ, ബൈബിളിൻ്റെ സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് അതിലെ നമ്മുടെ പ്രശസ്തനായ പത്രപ്രവർത്തകൻ ശ്രീ രാജഗോപാൽ, ടെലിഗ്രാഫിൻ്റെ പത്രാധിപർ, ഇപ്പം പ്രത്യേക സാഹചര്യത്തിൽ എഡിറ്റർ അറ്റ് ലാർജ് ആയിട്ടാണ് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, അതിലൊരു 2 വാക്കുകൾ മാത്രം ചേർന്ന ബൈബിളിലെ ഒരു പ്രയോഗം, ജീസസ് വെപ്റ്റ് എന്നുള്ള ഒരു പ്രയോഗം. അതിൻ്റെ എത്ര ആഴത്തിലാണ് നമ്മുടെ ബോധത്തെ അത് സ്വാധീനിക്കുന്നത്. ഇത് തന്നെ ബുദ്ധൻ്റെ ധർമ്മപദത്തെക്കുറിച്ച് പറഞ്ഞു. ബുദ്ധൻ്റെ സിക്കിമിലെ ഒരു ബുദ്ധവിഹാരത്തിൽ നിന്ന് ഞാൻ വാങ്ങിയൊരു പുസ്തകം. അത് ആ പുസ്തകക്കാട്ടിൽ നിന്ന് അത് കണ്ടുപിടിക്കണം. പക്ഷെ അതിലൊരു വാചകം, ബുദ്ധൻ ശിഷ്യരോട് പറഞ്ഞ ഒരു വാചകം, അത് എൻ്റെ ബോധത്തിൽ ഞാൻ കുത്തിവെച്ചിട്ടുണ്ട്. എപ്പോഴും എനിക്ക് പറയാം, ഐ ഡു നോട്ട് നോ എനിത്തിങ് അബൌട്ട് ദ മിസ്റ്ററി ഓഫ് ഗോഡ്, ബട്ട് ഐ നോ സംതിങ് അബൌട്ട് ദ മിസറി ഓഫ് മാൻ എന്നുള്ളതാണ്. കവിതയാണ്. മാഷ് പറഞ്ഞു കാരുണ്യം. തൻ്റെ അന്ന് വലിയ രാജകൊട്ടാരമൊന്നുമല്ല, ഒരു ഗോത്ര ജീവിതത്തിലെ അതിൻ്റെ നേതാവായിരുന്നു, നേതാവിൻ്റെ കുടുംബമായിരുന്നു. അങ്ങനെയാണ് കാണേണ്ടത്. പക്ഷേ ആ സൗഭാഗ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് മനുഷ്യൻ്റെ ദുഃഖത്തിന് ശമനമുണ്ടാക്കാൻ, അത് ആർത്തിയും ആസക്തിയും ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. വളരെ എല്ലാവരും തുല്യരായി ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഒരർത്ഥത്തിൽ ബുദ്ധനും വിഭാവന ചെയ്തിരുന്നത് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പം ഈ രചനകളെല്ലാം ഈ സ്വാധീനിക്കപ്പെട്ടത് തന്നെയാണ്. പക്ഷേ സമഗ്രമായൊരു ആലോചനയോടുകൂടി സത്യമാഷയ്ക്ക് സംസാരിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ 3 ഗ്രന്ഥങ്ങളിലേക്ക് വളരെ കൃത്യമായിട്ട് ചിന്തയെ സ്വാധീനിച്ചിട്ടുള്ള കൃതികൾ എന്നുള്ള തരത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത്. സമീപകാലത്ത് യഥാർത്ഥത്തിൽ വായിച്ച് തീർത്തില്ല. അപ്പോൾ ഗോപികൃഷ്ണനോട് പരിഭവിക്കും. PN ഗോപികൃഷ്ണൻ്റെ ഹിന്ദു വർഗീയതയുടെ സമഗ്രമായി ഹിന്ദുത്വ വർഗീയത എങ്ങനെയാണ് ഇന്ത്യയിൽ വളർത്തിയെടുക്കപ്പെട്ടത് എന്ന് പ്രതിപാദിക്കുന്ന PN ഗോപികൃഷ്ണൻ്റെ കൃതി. അത് ഇവിടെ ഞാൻ പറയുന്നത്
ആ കൃതി സ്വന്തമാക്കാനോ വായിക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ലാത്തവർ അത് ഒരു സാംസ്കാരിക കടമയായി ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണ്. അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിന് നല്ലൊരു ഭാഗം എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. അത് വളരെ ശ്രദ്ധേയമായ കൃതിയാണ്. ആ കൃതിയുടെ പാരായണവും ആ കൃതിയുടെ ഉള്ളടക്കം നമ്മുടെ സമൂഹത്തിൽ എല്ലാവരുടെയും ബോധത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത് നമ്മുടെ സാമൂഹ്യവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ കടമയാണ്. രാഷ്ട്രീയം എന്നിവിടെ പറയുന്നത് കക്ഷിരാഷ്ട്രീയ അടിസ്ഥാനത്തിലല്ല, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട നമ്മുടെ കടമകളിലൊന്നായിട്ട് പിന്നെ ഗോപികൃഷ്ണൻ്റെ ഈ പുസ്തകത്തെ കാണണം. AG നൂറണിയുടെ RSSനെ കുറിച്ചുള്ള പ്രൗഢമായ ഒരു കൃതിയുണ്ട്. അതിൻ്റെ മലയാള പരിഭാഷ ഉണ്ടായിട്ടില്ല എന്നാണ്, അതും ഒരു പോരായ്മയാണ്. പക്ഷേ ആ പോരായ്മ ഗോപികൃഷ്ണൻ്റെ കൃതി തീർക്കുന്നു. അതിനേക്കാളും സമഗ്രമായി അതിൻ്റെ ചരിത്രത്തിൻ്റെ വിവിധ വശങ്ങളിലേക്ക് പോകുന്ന രചനയാണത്. പിന്നെ ഞാൻ പറയുന്നത് സച്ചിമാഷ്ടയുടെ സഹോദരനും ശിഷ്യനും എന്നൊക്കെ വേണേൽ പറയാവുന്ന ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ മുദ്രാവാക്യ കവിതയാണ്. നമ്മുടെ പിന്നെ മുദ്രാവാക്യങ്ങൾ കവിതയാകുന്ന സാഹചര്യം ഉണ്ടാവും നമ്മൾ സർഗാത്മകമായ രാഷ്ട്രീയ സമരങ്ങളിൽ ഏർപ്പെടേണ്ടി വരുമ്പോൾ. അത് ഇതിന് മുമ്പ് വന്ന ചെണ്ട എന്ന് പറയുന്ന ബാലചന്ദ്രൻ്റെ കവിത, ചെണ്ട പറഞ്ഞു പശുവായിരുന്നു ഞാൻ, പണ്ട് ഗോപാലക വേണുസംഗീതത്തിൽ സലീനയാകവേ, വായിൽ ചവയ്ക്കുന്ന പുല്ലുണ്ട ഊർന്നതറിയാതെ നിന്നവൾ എന്ന് തുടങ്ങുന്ന അതിദീർഘമല്ലാത്ത ഒരു കവിത. അപ്പം ഇങ്ങനെ സമീപകാലത്ത് കവിതകളായും കഥകളായും ഗോപികൃഷ്ണൻ്റേതുപോലെയുള്ള പഠനങ്ങളായും വരുന്ന ഒട്ടേറെ കൃതികളുണ്ട്. അതിലേറ്റവും വലിയ സങ്കടം ഇത് പലതും ഈ യാത്രകൾക്കിടയ്ക്ക് ആ സമയത്ത് വാരിക നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഇത് പലതും വായിക്കാൻ പറ്റുള്ളൂ, അതല്ലെങ്കിൽ പിന്നെ കിട്ടില്ല. ഇടയ്ക്കാണല്ലോ ഈ കേരളത്തിലേക്ക് യാത്രകൾക്ക് മുറിച്ചിട്ട് ഇവിടെ വരിക. അങ്ങനെ ചിലത് സമയത്ത് വായിക്കാൻ പറ്റാതെ പോകുന്നു എന്നുള്ളതുകൊണ്ട് മാഷയുടെ ഏറ്റവും പുതിയ പ്രതിഷ്ഠയെക്കുറിച്ചുള്ള കവിത വായിക്കാൻ കഴിഞ്ഞു. അപ്പം ഇത്തരം രചനകൾ ഒരുപക്ഷെ ഇന്ത്യയിലെ വ്യത്യസ്ത ഭാഷാ സാഹിത്യത്തിൽ സർഗാത്മകമായി വേണ്ടിവരുമ്പോൾ തത്സമയം തന്നെ പ്രതികരിക്കുന്ന ഒരു സാഹിത്യ കലാ സമൂഹമായി നമ്മുടെ കേരളം മാറിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഈ നില നമുക്ക് തുടരാൻ കഴിയണം. പിന്നെ കുറച്ചു മുമ്പ് വായിച്ച മീരയുടെ ആരാച്ചാരും അതിനുശേഷം മീര എഴുതിയ മീരയുടെ ദാർശനിക സമീപനത്തിൽ തന്നെയുള്ള ഒരു പരിണിതിയായി പരിഗണിക്കാവുന്ന ഭഗവാന്റെ മരണം എന്ന രചനയും, ഇത് രണ്ടും അപ്പുറവും ഇപ്പുറവും വെച്ച് നമ്മൾ ഗൗരവമായി പഠിക്കേണ്ടതുണ്ട് എന്നും ഈ സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്നത് ഞാൻ പങ്കുവെക്കുകയാണ്. ബേബി പറഞ്ഞതെല്ലാം വായിച്ച അതേ പ്രാധാന്യത്തോടെ തന്നെ ആ കൃതികളെ കാണുന്ന ഒരാളാണ് നിശ്ചയമായിട്ടും ഞാൻ. അദ്ദേഹം അത് പറഞ്ഞു പോയതുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ചും ധാരാളമായിട്ട് നമ്മൾ ഈ ഹിന്ദു രാഷ്ട്രവാദത്തിൻ്റെ ചരിത്രമൊക്കെ വായിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് ഇത്. RSSൻ്റെ രൂപീകരണത്തെ പറ്റിയുള്ള ചരിത്രങ്ങൾ, അങ്ങനെയുള്ള അനേകം ഗ്രന്ഥങ്ങളുടെ ഒരു ശേഖരം എൻ്റെ ചെറിയ വായനശാലയിലുമുണ്ട്. അടുത്ത കാലത്ത് ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ അത് എടുത്തു പറയും, ഞാൻ തുടർച്ചയായിട്ട് പ്രത്യേകിച്ച് മാർക്സിസത്തിൻ്റെയൊക്കെ പുതിയ ഡെവലപ്മെൻറ്റ്സ് എപ്പോഴും അറിയാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ റാൻസിയറുടെയും അഗമ്പൻ്റെയും ഒക്കെ പുസ്തകങ്ങൾ നിരന്തരമായിട്ട് വായിക്കുന്ന ഒരാളാണ്. പക്ഷേ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ 2-3 പുസ്തകങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് ദീർഘമായിട്ട് പറയാനൊന്നും ഉദ്ദേശിക്കുന്നേ ഇല്ല. 10 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് ചോദ്യത്തിന് തരണം എന്നാണ് ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത്. അടുത്ത കാലത്ത് വായിച്ച ഒരു തരത്തിൽ എനിക്കതിന് കണ്ടെത്തലായിരുന്നു അവസാന കാലത്ത് അംബേദ്കർ എഴുതിയ പുസ്തകങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകങ്ങൾ അനഹിലേഷൻ ഓഫ് കാസ്റ്റ് വിട്ടുപോയതാണ്, അത് വളരെ പ്രധാനമായ രീതിയിൽ എന്നെ സ്വാധീനിച്ചിട്ട് പുസ്തകമാണ്. പക്ഷേ അംബേദ്കർ അവസാന കാലത്ത് ബുദ്ധമതത്തെക്കുറിച്ച് എഴുതിയ 2 ഗ്രന്ഥങ്ങളുണ്ട്. എന്തുകൊണ്ട് ഞാൻ ബുദ്ധമതത്തെ തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ ബുദ്ധമത അനുയായികളാകാൻ എൻ്റെ അനുയായികളെ പ്രേരിപ്പിക്കുന്നു എന്ന് വിശദീകരിക്കുന്ന ഒരു സൈദ്ധാന്തിക തലത്തിൽ നമ്മൾ കമ്പാരിറ്റീവ് റിലീജിയൻ എന്നൊക്കെ പറയുന്ന അതിലൊക്കെ പെടുത്താവുന്ന ഒരു പുസ്തകമാണ്. ഹിന്ദു മതം മറ്റു മതങ്ങളും ഒക്കെയായി താരതമ്യപ്പെടുത്തി എന്തുകൊണ്ടാണ് ബുദ്ധ ദർശനം അഥവാ ബുദ്ധമതം
പ്രധാനമാകുന്നത്, അതെങ്ങനെയാണ് സാധാരണ മനുഷ്യരുടെ മതമാകുന്നത്, അതെങ്ങനെയാണ് എല്ലാത്തരം അസ്പൃശ്യതകൾക്കും ജാതി വർണ്ണ വ്യത്യാസങ്ങൾക്കും എതിരായ ഒരു വലിയ സാംസ്കാരിക ആയുധമായി മാറുന്നത് എന്നെല്ലാം വളരെ വിശദീകരിക്കുന്ന രണ്ട് ചെറിയ പുസ്തകങ്ങളാണ്, പക്ഷേ വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. മറ്റൊന്ന് ഇന്ത്യൻ പാരമ്പര്യത്തിലെ വിയോജിപ്പുകളെ, അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അശോക് വാജ്പേയിയുമായിട്ടുള്ള സംഭാഷണത്തിൽ. ആ പുസ്തകം ഞാൻ കാണിക്കുകയും ചെയ്തു, എല്ലാവരും വായിക്കണം എന്നൊക്കെ പറഞ്ഞത്. ഡിസെൻ്റ് എന്ന പുസ്തകം, റൊമേല താപ്പറയുടെ പുസ്തകമുണ്ട്, റൊമേല താപ്പറ എഴുതിയ പുസ്തകമുണ്ട് ഡിസെൻറ്റിനെ കുറിച്ച്. അശോക് വാജ്പേയി എഡിറ്റ് ചെയ്ത മറ്റൊരു പുസ്തകമുണ്ട് ഡിസെൻ്റ് എന്നുള്ള തന്നെ പേരിൽ. അതിലത് അദ്ദേഹത്തിൻ്റെ ഒരു അവതാരികയേ ഉള്ളൂ. പക്ഷേ ആദ്യകാലം മുതൽ തന്നെ ബേബി സൂചിപ്പിച്ച പോലെ ചാർവാകരും ആജീവകരും ബൗദ്ധരും ജൈനരും പിന്നീട് ഭക്തികാല കവികളും സൂഫി കവികളും അതിനുശേഷം സമീപകാലത്തുണ്ടായിട്ടുള്ള ഗാന്ധിയും നമ്മുടെ പ്രധാനപ്പെട്ട മാർക്സിസ്റ്റുകളും പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റുകളും അംബേദ്കറും എല്ലാം ഉൾപ്പെട്ട ചിന്തകർ, ഇവരുടെയൊക്കെ കൃതികളിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ പരിഭാഷ ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരു സമാഹാരമാണ്. ആ സമാഹാരത്തിൻ്റെ ലക്ഷ്യം ഇന്ത്യയിൽ എല്ലാ കാലത്തും ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നുവെന്നും ആ തരത്തിലുള്ള സംവാദങ്ങൾക്കുള്ള ഒരിടം എല്ലാ ഈ വർണ്ണവ്യവസ്ഥ പോലുള്ള അതിക്രൂരമായ വ്യവസ്ഥകളൊക്കെ നിലനിൽക്കുമ്പോഴും ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവെന്നും തെളിയിക്കുന്ന, തെളിയിക്കാനുള്ള അതിനുള്ള കൃത്യമായ തെളിവുകൾ നൽകുന്ന ഒരു പുസ്തകം എന്ന നിലയ്ക്ക് അതിനൊരു സവിശേഷ പ്രാധാന്യം ഞാൻ കാണുക. പ്രത്യേകിച്ച് നമ്മൾ ബഹുസ്വരതയെ പറ്റിയൊക്കെ സംസാരിക്കുന്ന അവസരത്തിൽ ഇന്ത്യയിൽ സംവാദങ്ങൾ അവസാനിക്കുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു അവസരത്തിൽ അങ്ങനെയല്ല. ഈ പൂർവപക്ഷം ഉത്തരപക്ഷം മുതലായ വാക്കുകളൊക്കെ തന്നെ സംസ്കൃതത്തിൽ ഉണ്ടായത് ഈ സംവാദത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്നാണ്. ഈ ഉത്തരപക്ഷം അവതരിപ്പിക്കുന്ന ആൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ പൂർവപക്ഷം മറ്റേ ആ പറഞ്ഞ ആളുടെ ആ കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് പറഞ്ഞ് ഓരോന്നിനെയായി ഖണ്ഡിക്കുകയാണ് ഉത്തരപക്ഷത്തിൽ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഉത്തരപക്ഷമില്ല പൂർവപക്ഷമില്ല, ഒരു ഏകപക്ഷമേ ഉള്ളൂ. ആ ലോജിക്ക് അല്ലെങ്കിൽ യുക്തി എന്നതിന് തന്നെ സ്ഥാനമില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീകരമായ ഒരു ചിന്താശൂന്യമായി വരുന്ന ഒരു ലോകത്താണ് നാം ഒരുപക്ഷെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആർഗ്യുമെൻറ്റ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് അശ്ലീല പദങ്ങൾ നിറഞ്ഞ കത്തുകൾ മാത്രം നിങ്ങൾക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ മാത്രം നാം പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നത്. ഈ ആർഗ്യുമെൻറ്റിൻ്റെ അതിൽ അമർത്യ സെൻ ഉണ്ടല്ലോ പ്രസിദ്ധമായ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ. ഈ ആർഗ്യുമെൻറ്റിൻ്റെ സംവാദത്തിൻ്റെയും വിവാദത്തിൻ്റെയും സമന്വയത്തിൻ്റെയും ഒക്കെയായ ഒരു മഹാപാരമ്പര്യത്തെ പിന്തുടരാനുള്ള ഒരു വലിയ ശ്രമം ഈ അശോക് വാജ്പേയി എഡിറ്റ് ചെയ്ത അതിൽ നാസതീയ സൂക്തം മുതലുള്ള കാര്യങ്ങളുടെ പരിഭാഷകളുണ്ട്. കാരണം അതിൽ ഋഗ്വേദത്തിൽ തന്നെയുള്ള ആ സൂക്തം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ആ സൂക്തം ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നില്ല വാസ്തവം. ഒരു സ്കെപ്റ്റിക്കിൻ്റെ ഒരു സംശയവാദമാണ് നാസതീയ സൂക്തം ഉന്നയിക്കുന്നത്. ഇതെല്ലാം അറിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വരാം, ഇല്ലെന്നും വരാം എന്നാണ് നാസതീയ സൂക്തത്തിൻ്റെ അവസാനം. അപ്പം ഇങ്ങനെയുള്ളൊരു വലിയ ചോദ്യം ചെയ്യലിൻ്റെ ഒരു പാരമ്പര്യം നമുക്ക് നിരന്തരമായിട്ടുണ്ട്, നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാരമ്പര്യം. അപ്പോൾ ആ പാരമ്പര്യത്തെ തിരിച്ചു വിളിക്കാനൊരു ശ്രമം എന്ന നിലയ്ക്ക് ആ പുസ്തകം എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ പുസ്തകം, അമിതാഭ് ഘോഷിൻ്റെ ഒരു വലിയ പുസ്തകം ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി വായിച്ചിട്ടുണ്ടാവും. അതിന് പുറകെ തന്നെ ഇറങ്ങിയ ദ ലിവിങ് മൗണ്ടൻ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു നോവൽ എന്ന് വേണമെങ്കിൽ വിളിക്കാം, കുട്ടികൾക്കുള്ള പുസ്തകം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെ പുസ്തകം ദ ലിവിങ് മൗണ്ടൻ. അത് ഇത്രയേ ഉള്ളൂ കാര്യം. ഒരു മലയാണ്, അതൊരു പുണ്യ പർവ്വതമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അവിടെ ഒരു കൂട്ടർ താമസിക്കുന്നു, വോറുകൾ എന്ന് പറയുന്ന ഒരു കൂട്ടർ താമസിക്കുന്നു. അവർ ആ മലയെ ആരാധിക്കുന്നു, ആ മലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നു. അവിടെ നിന്നുള്ള ഔഷധങ്ങൾ, അവിടെ നിന്നുള്ള ഫലങ്ങൾ, അവിടെ അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന കാര്യങ്ങൾ അത് മാത്രമേ അവർ ഉപയോഗിക്കുന്നുള്ളൂ. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഒരു ചന്ത നടത്തുകയും പരസ്പരം പുറത്തുനിന്ന് വരുന്ന ആളുകൾ അവിടേക്ക് കടക്കാൻ അനുവദിക്കുകയും ഇവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ചില സാധനങ്ങൾ അവരിൽ നിന്ന് വാങ്ങിക്കുകയും അവർക്ക് ഔഷധികളും മറ്റും കൈമാറുകയും ചെയ്യുന്നു. പക്ഷേ ഒരു ദിവസം വന്നതൊരു അപരിചിതനായൊരു മനുഷ്യൻ, അവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനായൊരു മനുഷ്യൻ വരികയും അയാൾ തിരിച്ചുപോയി വീണ്ടും ഒരു വലിയ സംഘത്തോടു കൂടി വരികയും ചെയ്യുന്നു. എന്നിട്ട് അവിടെ താമസിക്കുന്ന ആളുകളോട് പറയുന്നു, ഈ പർവ്വതം ഒന്ന് കാണിച്ചു തരാമോ ഞങ്ങൾക്ക്, ഇതൊന്ന് കയറാൻ. അവർ സാധാരണ അവിടുത്തെ ആളുകൾ കയറാറില്ല പർവ്വതത്തിൽ. പക്ഷേ ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവിടെയുള്ള ആളുകൾ കുറേ പേര് ആ പർവ്വതം അവരുടെ കൂടെ കയറുകയും പർവ്വതം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അത് കാണുമ്പോഴാണ് ഈ വന്ന ആളുകൾക്ക് പെട്ടെന്ന് ബോധ്യമാകുന്നത് ഇവിടെ വളരെ വില കൂടിയ ഔഷധങ്ങളുണ്ട്, ഒരുപാട് ഫലങ്ങളുണ്ട്, ഇനിയും കൃഷിയിടങ്ങളായി മാറ്റാവുന്ന ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളുണ്ട്, നമുക്ക് വറ്റിക്കാവുന്ന ധാരാളം പുഴ, വറ്റിച്ച് വെള്ളമെടുക്കാവുന്ന ധാരാളം
അതെ, പുഴ ജലസ്രോതസ്സുകളുണ്ട്, വലിയ ഖനികളുണ്ട്, ചെമ്പിൻ്റെയും സ്വർണത്തിൻ്റെയും ഒക്കെ വലിയ ഖനികളുണ്ട് എന്ന് അവർ മനസ്സിലാക്കുകയും അത് ക്രമേണ ഈ പുറത്തുനിന്ന് വന്നവരുടെയും ഇവരുടെയും രണ്ടുപേരുടെയും ഭാരം കൊണ്ട് പർവ്വതം ഇടിയാൻ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് ഇവർക്ക് ബോധോദയം ഉണ്ടാവുകയും വന്ന ആളുകൾ പറയുകയും ചെയ്യുന്നു, നമുക്ക് ഈ പർവ്വതത്തെ രക്ഷിച്ചേ ഒക്കൂ എന്ന്. കാരണം അവരുടെ എല്ലാ ചൂഷണത്തിൻ്റെയും പ്രഭവം ആയി മാറിയിട്ടുണ്ട് ആ പർവ്വതം. അപ്പോൾ പർവ്വതം പതുക്കെ ഒന്ന് കുലുങ്ങുന്നു, എന്നിട്ട് പറയുന്നു, നിങ്ങൾ ആരാ എന്നെ രക്ഷിക്കാൻ? ഇതാണ് പർവ്വതം ചോദിക്കുന്ന ചോദ്യം. വളരെ അർത്ഥവത്തായ ഒരു അലിഗറി ആയിട്ടത് ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയും ഈ മറ്റേയും കാലത്ത് ക്യാപിറ്റലിസത്തെക്കുറിച്ചുള്ള മൂലധനത്തിൻ്റെ അമിതമായ തൃഷ്ണയെക്കുറിച്ചും നമ്മുടെ തന്നെ അമിതമായ ഉപഭോഗ തൃഷ്ണയെക്കുറിച്ചും എല്ലാമുള്ള ഒരു രൂക്ഷമായ വിമർശനം അതിൽ. ഒരു ഭാഗത്ത് കോളനൈസേഷൻ്റെ അധിനിവേശത്തിൻ്റെ ഒരു വിമർശനമാണത്. കാരണം പുറത്തുനിന്നുള്ള ആളുകൾ വന്നിട്ട് ശരിക്കും അധിനിവേശമാണ് നടത്തുന്നത് അവർ. അതേസമയം തന്നെ അത് മൂലധനത്തിൽ അധിഷ്ഠിതമായ ഒരു അധിനിവേശം കൂടിയാണ്. അപ്പോൾ മൂലധനത്തിൻ്റെ ഒരു വിമർശനം, അധിനിവേശത്തിൻ്റെ ഒരു വിമർശനം, ആ അത്യാർത്തിയുടെ ഫലമായി ഉണ്ടാകുന്ന പാരിസ്ഥിതികമായ നാശത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ആഗോളതാപനത്തിൻ്റെയും ഒക്കെയായൊരു വിമർശനം. ഇതെല്ലാം ഒരു ചെറിയ പാരബിൾ എന്ന് വിളിക്കാവുന്ന കുട്ടികൾക്കുള്ളൊരു കഥ, ഒരു എന്താ അതിന് പറയുക, സാധാരണ ഉദാഹരണ കഥ, ആ തരത്തിലൊരു ഉദാഹരണ കഥയിലൂടെ അമിതാഭ് ഘോഷ് ഈ ചെറിയ പുസ്തകത്തിൽ അവതരിപ്പിക്കും. ഇന്നത്തെ കാലത്ത് മനുഷ്യവംശം ഒരു പക്ഷേ അതിൻ്റെ അസ്തിത്വം തന്നെ വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ആ ഒരു ചെറിയ കഥ എന്നെ ഒരുപാട് പാഠങ്ങൾ ഒരിക്കൽ കൂടി പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് തോന്നി. അത് ഞാൻ പെട്ടെന്ന് മനസ്സിൽ വന്നൊരു പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു തന്നേ ഉള്ളൂ. ധാരാളം പുസ്തകങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് ഇനി എനിക്ക് കൂടുതൽ പറയാനില്ലെങ്കിൽ നമുക്ക് ഇല്ല, ഒരു വാചകമേ പറയാനുള്ളൂ. സച്ചിമാഷ് പറഞ്ഞ ഈ അമിതാഭ് ഘോഷിൻ്റെ കഥ അത് തികച്ചും ഒറിജിനലാണ്. പക്ഷേ ഇതേ കഥ തികച്ചും ഒറിജിനലായി മറ്റൊരു കോണ്ടെക്സ്റ്റിൽ ടോൾസ്റ്റോ എഴുതിയിട്ടുണ്ട്. ഹൗ മച്ച് ലാൻഡ് ഡസ് എ മാൻ നീഡ്. അത് ചെറിയൊരു നീണ്ട കഥയാണ്. അത് വായിച്ചിട്ടില്ലാത്തവർ അത് വായിക്കണമെന്ന് കൂടി അപേക്ഷിച്ചുകൊണ്ട് ഓവർ ടു യു. ചർച്ച ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. ഇതോടൊപ്പം അല്പം രാഷ്ട്രീയമായിട്ടൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം ഏത് പുസ്തകം വായിക്കണം എന്നുള്ള വായനക്കാരൻ്റെ അവകാശത്തിന് കടിഞ്ഞാട്ടും കൊണ്ട് ഈയിടെയായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കുറേ നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിലും മറ്റുമൊക്കെ കേരളത്തിലെ എല്ലാ ഗ്രാമതലങ്ങളിലുള്ള വായനശാലകളിലൊക്കെ അതിനെതിരെ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനായ വായനക്കാരനും ലൈബ്രറി കൗൺസിൽ വായനശാല കമ്മിറ്റികളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴേ എൻ്റെ മനസ്സിൽ തോന്നിയൊരു വിഷമം, ഒരു കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള വായനശാലകളിലൊക്കെ ഇതേമാതിരി കാലാകാലങ്ങളായിട്ട് പുസ്തകത്തിൻ്റെ ഗുണഘടനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ തന്നെ ഇടതുപക്ഷാഭിമുഖ്യമുള്ള പുസ്തകങ്ങൾ ഡംപ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട്. പല ഭാഗങ്ങളിലും എങ്ങനെയാണെന്നറിയില്ല, അങ്ങനെയാണ് വന്ന് കൂട്ടുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഒരു പ്രാവശ്യം EMSൻ്റെ സമ്പൂർണ്ണ കൃതികൾ പ്രസിദ്ധീകരിച്ചൊരു ഒരു സമയം ഉണ്ടായിരുന്നു. ഒരു ലൈബ്രറിയിലെ മുഴുവൻ പുസ്തകങ്ങൾ, ആ ഗ്രാൻഡ് മുഴുവൻ വാങ്ങിയിട്ട് നൂറുകണക്കിലുള്ള EMS ജനിച്ച അന്ന് മുതൽ മരിച്ച കാലം വരെ എഴുതിയ എല്ലാ പുസ്തകങ്ങളും വന്നിട്ട് 2 ഷെൽഫും വാങ്ങി അത്രയും കോടികൾ പുസ്തകങ്ങൾ അവിടെ ഡംപ് ചെയ്യുകയും കഴിഞ്ഞ ഇത്രയും വർഷത്തിനിടയ്ക്ക് 10 പേര് പോലും ആ പുസ്തകം തുറന്നു നോക്കാതെ അതവർ ഒരു മൂലയിലൊരു ചുമര് പോലെ രൂപപ്പെട്ടിരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റുകൾക്ക് ആഭിമുഖ്യമുള്ള പ്രസാധക സംഘങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പുസ്തകങ്ങളുടെ ഗുണഘടന നോക്കുമ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അധികാരത്തിൻ്റെ ദംഷ്ട്ര ഉപയോഗിച്ചിട്ട് വായനക്കാരുടെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിലും പുസ്തകം വായിക്കുന്നതിലൊക്കെ ഉള്ള ഒരു നല്ലൊരു നിയന്ത്രണം നടക്കുന്നില്ല. ഞാനിവിടെ ഈ ചോദ്യം ഇവിടെ ഉന്നയിക്കാൻ കാരണം, ബേബി സാറിനെ പോലുള്ള ആൾ കേരളത്തിൽ വളരെ സജീവമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഉദ്ദേശിച്ച ചില കാര്യങ്ങളിലൊക്കെ നിലപാടിലൊക്കെ മാറ്റം വരുത്താൻ പറ്റുന്ന ആളാണല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രം തോന്നുന്നതുകൊണ്ട് മാത്രം ചോദിക്കുകയാണ്. ഇതൊക്കെ ഒരു മാറ്റം വരുത്തണ്ടേ? നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടന്നതോടൊപ്പം തന്നെ ബേസിക്കലി നമ്മളൊക്കെ ഒരു ഫാസിസ്റ്റ് വൽക്കരണത്തിന് അനിച്ഛാപരമായിട്ട് വിധേയായി പോകുന്ന അവസ്ഥയും കൂടി ഒന്ന് തടയേണ്ടതല്ലേ എന്നൊരു ആശങ്ക പങ്കുവയ്ക്കാം. ഇതിൽ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗം ഓരോ ലൈബ്രറിക്കും ആ ലൈബ്രറിയിൽ അപ്പോൾ ഉള്ള പുസ്തകങ്ങൾ, അതിന് പുറമേ ഇന്നത്തെ സാഹചര്യത്തിൽ വ്യത്യസ്ത വൈജ്ഞാനിക മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചലനങ്ങൾ, സർഗാത്മക കൃതികൾ എന്ന നിലയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന നല്ല രചനകൾ, ഇതെല്ലാം നോക്കി ഓരോ ലൈബ്രറിക്കും പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ടാവണം. അത് അങ്ങനെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കി പോകുന്നത്.
ഇപ്പം ഈ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലെന്ന നിലയിലാണ്. അങ്ങനെയല്ല മറ്റു ചില തരത്തിലുള്ള ഈ ടോപ്പ് ഡൗൺ ആയിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ നിർബന്ധമായിട്ട് വരുന്നു എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ്, അത് പാടില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അത് അരികും മൂലയൊക്കെയാണ്. ചില പ്രസാധകർ വലിയ പ്രയോജനം ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ന്യായമായി സംശയം തോന്നാവുന്ന തരത്തിലുള്ള കൃതികൾ, അതെല്ലാം ഈ ഗ്രന്ഥകർത്താക്കളിൽ നിന്ന് തന്നെ പൈസയൊക്കെ വാങ്ങി, അവർക്കത് അങ്ങനെ ചിലരുണ്ട്, തങ്ങളുടെ പുസ്തകം എങ്ങനെയെങ്കിലും ഒന്ന് അച്ചടിച്ച് കണ്ടാൽ മതി. അപ്പോൾ ഒരുപാട് രണ്ട് തരത്തിലുള്ള ചെറുകിട പ്രസാധകരുണ്ട് എൻ്റെ അറിവിൽ. വളരെ മാതൃകാപരമായി മറ്റ് പലരും പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വിസമ്മതം കാണിക്കുമ്പോൾ സാഹസികമായി പുസ്തകം ഇപ്പം ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ 18 ആദ്യം പിന്നെ ഇവിടുത്തെ തൃശ്ശൂരിൽ നിന്നുള്ള ഒരു പ്രസാധകരാണ്, പ്രമുഖ പ്രസാധകരൊന്നുമല്ല. അതുപോലെ പ്രസിദ്ധമായ പല പിന്നെ കൃതികളും ഉണ്ട്. ഇതിന് സമാന്തരമായി ഇപ്പറഞ്ഞ ഏർപ്പാട്, ഗ്രന്ഥകർത്താവ് പൈസ കൊടുത്ത് ലൈബ്രറികൾ എടുത്തു വെക്കാൻ തക്ക യോഗ്യതയില്ലാത്ത പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നു. അത്തരം പുസ്തകങ്ങൾ വലിയ കമ്മീഷൻ വാഗ്ദാനം ചെയ്തിട്ട് ഈ ലൈബ്രറികളെ കൊണ്ടെടുപ്പിക്കാൻ, അവർ 35 തരുള്ളൂ, ഞങ്ങൾ 40 തരാം, ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല മോശത്തരങ്ങളും നടക്കുന്നുണ്ട്, നാടൻ ഭാഷയെ പറഞ്ഞാൽ. അതൊക്കെ ഈ രംഗത്തുണ്ട്, കേരളത്തിലുമുണ്ട്. നമ്മളൊന്നും സമ്പൂർണ്ണരല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കി. ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ സാംസ്കാരികമായി വളരെ വ്യത്യസ്തമായ ഒരു ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന കേരളത്തിൽ പോലും തെറ്റായ പല പ്രവണതകളുമുണ്ട്. പക്ഷേ അതിനുശേഷം അവസാനം പറഞ്ഞത് ഇത് ബാക്കി സ്ഥലത്തെല്ലാം ഇങ്ങനെ ഫാസം വരുമ്പോൾ അതുപോലുള്ള ചില ഫാസം തന്നെയല്ലേ ഇതെല്ലാം എന്ന തരത്തിൽ നമ്മൾ സമീകരിക്കുന്ന ഒട്ടും ശരിയാവില്ല. ഇത് വൈകല്യങ്ങളാണ്, തിരുത്തേണ്ട തിന്മകളാണ്. വൈകല്യങ്ങൾ എന്നുള്ള തരത്തിൽ ഇത്തരം പോരായ്മകളെ തിരുത്തണമെന്നാണ് CL ജോസേട്ടൻ എന്ന് പറയുന്ന യുവാവും പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ മകൻ ജോസ് മുണ്ടശ്ശേരിയുമാണ് ഇപ്പം വന്നിരിക്കുന്നത്. മുണ്ടശ്ശേരി മാഷിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയണ്ടല്ലോ. അദ്ദേഹം ഇവിടെ ഈ വിവരം ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞവർ രണ്ടുപേരും വന്നു. ചെറുപ്പക്കാരനായ CL ജോസേട്ടന് നമസ്കാരം, ശ്രീ ജോസ് മുണ്ടശ്ശേരിക്കും നമസ്കാരം. കുറേ ദൂരം യാത്ര ചെയ്ത് ഓടിയെത്തിയതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ ചർച്ച ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവാണ്, നിങ്ങൾ വന്നിട്ട് ഇത് നിർത്തേണ്ടതുള്ളൂ എന്നുള്ള മട്ടിൽ ഞങ്ങൾ നീട്ടിക്കൊണ്ട്. അപ്പം എൻ്റെ സുഹൃത്തുന്നയിച്ച വിമർശനത്തിൻ്റെ ഒരു ഭാഗം ശരിയാണെന്നുള്ളതിനകത്ത് എനിക്ക് ആ ഒരു സംശയമില്ല. അതെങ്ങനെയൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് എൻ്റെ വൈകല്യം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അതിനെ വെച്ച് നമ്മൾ ജനറലൈസ് ചെയ്ത് കളയരുത്. കേരളത്തിന് പുറത്ത് നടക്കുന്ന പോലൊക്കെ തന്നെയാണ് ഇവിടെ അല്ലെങ്കിൽ ഏതാണ്ട് അതുപോലൊക്കെ തന്നെ ആകുകയാണോ എന്ന തരത്തിലുള്ള സംശയം ഒട്ടും സാധുവല്ല എന്ന് ആദരപൂർവ്വം ഞാൻ വ്യക്തമാക്കുകയാണ്. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ നിന്ന് ചെറിയ സൂചന പോലെ കിട്ടിയൊരു സംഭവമാണ്. നിലവിൽ എന്ത് വായിക്കണം എന്നതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ, ഫാഷിസ്റ്റ് സർക്കാർ നമ്മളെ കടിഞ്ഞാണിടുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു. അതുപോലെ ആ കാര്യത്തിൽ എനിക്ക് തോന്നിയ കാര്യമാണ്, ഇപ്പം സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ ചരിത്രം വളരെ ഇതായിട്ട് തിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മൗലാന അബുൽ കലാം ആസാദിൻ്റെ ചരിത്രം ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് വെട്ടിമാറ്റി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ഇന്ത്യയുടെ ചരിത്രത്തെയും പുനർവായന നടത്താൻ, ശരിയായ വായന നടത്താൻ ഇടതുപക്ഷ പ്രസ്ഥാനം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഒന്ന് അറിയേണ്ടത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു വക്താവല്ല ഞാൻ, ഇടതുപക്ഷത്തിൻ്റെ വക്താവാണ് നിശ്ചയമായും. വാസ്തവത്തിൽ ഈ ചരിത്രകാരന്മാരുടെ ഒരു പ്രാഥമികമായ ഇക്കാലത്തെ കർത്തവ്യം, ചരിത്രം ഒരിക്കലും നിഷ്പക്ഷമല്ല, പക്ഷേ വസ്തുനിഷ്ഠമായ ചരിത്രം കണ്ടെത്താൻ ശ്രമിക്കുക എന്നതാണ്. ഇപ്പോൾ സമീപകാലത്ത് ഇപ്പോൾ തന്നെ ബേബി തന്നെ സൂചിപ്പിച്ച റോമില താപ്പറിൻ്റെ പുസ്തകം, ഡിസെൻറ്റിനെ പറ്റിയുള്ള പുസ്തകമായാലും അതിന് മുമ്പ് എഴുതിയ ആര്യൻസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആര്യൻ എന്ന് പറഞ്ഞൊരു വംശമില്ല എന്ന് വളരെ വ്യക്തമായ തെളിവുകളോടെ സ്ഥാപിക്കുന്ന പുസ്തകമാണ്. റോമിലയും മറ്റ് ചിലരും ചേർന്ന് എഡിറ്റ് ചെയ്ത മറ്റൊരു പുസ്തകമുണ്ട്. അതിലും 5-8 പേര് എഴുതിയിട്ടുണ്ട്. അതിൽ എത്നോഗ്രഫേഴ്സ് ഉണ്ട്, ജനറ്റിസിസ്റ്റ് അതായത് ജനിതക ശാസ്ത്രജ്ഞന്മാരുണ്ട്, വംശശാസ്ത്രജ്ഞന്മാരുണ്ട്, നരവംശശാസ്ത്രജ്ഞന്മാരുണ്ട്, ചരിത്രകാരന്മാരുണ്ട്, ആർക്കിയോളജിസ്റ്റുകൾ അല്ലെങ്കിൽ പുരാവസ്തു ഗവേഷകരുണ്ട്, ലിംഗ്വിസ്റ്റുകൾ ഭാഷാ ശാസ്ത്രജ്ഞരുണ്ട്. അവരെല്ലാവരും
വിവിധ ലേഖനങ്ങളിലൂടെ തെളിയിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ ഈ തരത്തിലുള്ള ദ്രാവിഡ വംശമെന്നോ ആര്യവംശമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വംശമെന്നോ വിളിക്കാവുന്ന രീതിയിലുള്ള ശുദ്ധ വംശങ്ങളൊന്നും തന്നെ ഇല്ല എന്നും നമ്മളെല്ലാവരും ഹൈബ്രിഡുകളാണെന്നുമാണ്. ഇത് എത്ര വലിയ തെളിവുകളൊന്നും ആവശ്യമില്ലാതെ തെളിയിക്കാനുള്ള ഒരു സന്ദർഭം കഴിഞ്ഞ കേരള സാഹിത്യോത്സവത്തിൽ ഞങ്ങൾ ഒരുക്കിയിരുന്നു. അതൊരു DNA ടെസ്റ്റിനുള്ള സൗകര്യമാണ്. ഈ DNA ടെസ്റ്റ്, നമ്മൾ ആര് DNA ടെസ്റ്റ് ചെയ്ത് നമുക്കറിയാം നമ്മുടെ രക്തത്തിൽ എന്തെല്ലാം ഉണ്ട്, എത്രയോ വംശങ്ങളുടെ രക്തം കലർന്നതാണ് നമ്മുടെ. അതുകൊണ്ട് ഈ വംശത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും ഒക്കെയുള്ള ഈ അഭിമാനങ്ങളുടെയും എല്ലാത്തരം പരിശുദ്ധിവാദങ്ങളുടെയും പൊള്ളത്തരം വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളിലൂടെ വ്യക്തമാക്കപ്പെട്ടു. എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷത്തിൽ ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത്തരം പുസ്തകങ്ങൾ ധാരാളമായി പ്രചരിപ്പിക്കുക. ഇപ്പോൾ ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങളാണെങ്കിലും അത് എല്ലാ ഇന്ത്യൻ ഭാഷകളിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലാക്കി പ്രചരിപ്പിക്കുക എന്നത് വളരെ, ഇർഫാൻ ഹബീബിൻ്റെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ റോമില താപ്പറിൻ്റെ പുസ്തകങ്ങൾ ആ രീതിയിൽ ഇക്കാലത്ത് എഴുതപ്പെട്ട, അതുപോലെ ഈ ഗോപികൃഷ്ണൻ്റെ പുസ്തകത്തിന് അടിസ്ഥാനമായിരുന്ന ഒരുപാട് പുസ്തകങ്ങൾ, RSSനെ പറ്റിയൊക്കെയുള്ള ഒരുപാട് വലിയ പുസ്തകങ്ങളുണ്ട്, സവർക്കറെ പറ്റിയുള്ള പുസ്തകങ്ങളുണ്ട്. ആ രീതിയിലുള്ള കൃത്യമായ ഒരു ദിശാബോധം നമുക്ക് അല്ലെങ്കിൽ ചരിത്രബോധം നമുക്ക് നൽകുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ ധാരാളമായി ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുക, അതോടൊപ്പം തന്നെ പരിഭാഷയിലൂടെ അവ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യും. അത് അപ്പോൾ ചിന്തയൊക്കെ പോലുള്ള പ്രസിദ്ധീകരണശാലകൾക്കും മറ്റ് പ്രസിദ്ധീകരണശാലകൾക്കും ചെയ്യാവുന്നതും ചെയ്യേണ്ടതുമായ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇക്കാലത്ത്. അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ കഴിയണം നമുക്ക് പ്രസിദ്ധീകരണത്തെ. പഴയ പോലെ ഒരു വ്യവസായമായിട്ട് എടുത്താൽ പോരാ, അതൊരു പുസ്തക പ്രസിദ്ധീകരണം ഒരു പ്രതിരോധ പ്രവർത്തനമാണ് എന്ന ബോധം, പുസ്തക രചനയും പുസ്തക പ്രസിദ്ധീകരണവും ഒരു പ്രതിരോധ പ്രവർത്തനമാണെന്നുള്ള ബോധത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമാണ്, കൃത്യമായ ലക്ഷ്യബോധത്തോടെയുള്ള പ്രവർത്തനമാണ് ഇക്കാലത്ത് ആവശ്യമായത്. അത് ഇടതുപക്ഷത്തിനല്ല, മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ സാമൂഹ്യ നീതിക്ക് വേണ്ടി നിലനിൽക്കുന്ന ആർക്കും ഏറ്റെടുക്കാവുന്നതും ഏറ്റെടുക്കേണ്ടതുമായ വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്. അത് ബേബി പറഞ്ഞ പോലെ പലപ്പോഴും വളരെ പ്രസിദ്ധീകരണം വളരെ കൊമേഴ്സ്യലായിട്ട് മാറുന്ന, വാണിജ്യപരമായിട്ട് മാറുന്ന ഒരു കാലത്ത് പ്രസിദ്ധീകരണത്തിൻ്റെ ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്നൊരു ലക്ഷ്യപരമായ ശുദ്ധി അത് വീണ്ടെടുക്കുക എന്നത് പ്രസാധന രംഗത്തിൻ്റെ ഒരു അനിവാര്യമായ കർത്തവ്യമാണ് നമ്മുടെ കാലത്ത് എന്ന് അതിനോട് ചേർത്ത് എനിക്ക് പറയാൻ. മാഷ് പറഞ്ഞതിനോട് ചേർത്ത് പറയാനുള്ളത്, ഇപ്പോൾ GN ദേവി, ഗണേഷ് നാരായൺ ദാസ് ദേവി എന്ന് പറയുന്ന ഇന്ത്യയിലെ ആന്ത്രപ്പോളജി, ഹിസ്റ്ററി, കൾച്ചർ, ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രധാന അതോറിറ്റിയാണ്. അദ്ദേഹം എഡിറ്റ് ചെയ്ത ഒരു കൂട്ടം പ്രഗത്ഭരുടെ ഒരു ബൃഹത് ഗ്രന്ഥം അതിപ്പം ഇറങ്ങുകയാണ്. അതിൻ്റെ മലയാള പരിഭാഷ ഒരു സംഘം, ഒറ്റയ്ക്കാർക്കെങ്കിലും അതിൻ്റെ പരിഭാഷ, അത് സമയബന്ധിതമായിട്ടത് നടക്കണമെങ്കിൽ ഒരു ടീമുണ്ട്. ആ ടീമിനെ ഏൽപ്പിച്ചുകൊണ്ട് ആ ഗ്രന്ഥം മലയാളത്തിൽ ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതാണ് ഞാൻ സെർച്ച് ചെയ്തിട്ട് ഇപ്പോൾ കണ്ടുപിടിച്ചത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉന്നയിച്ചത്. അല്ലേ, ഇനി 5 മിനിറ്റ് ഗ്രേസ് ടൈം ഉണ്ടാവുമോ? ഇല്ല, ഒരു ചോദ്യം കൂടെ ആകാമെന്നാണ് പറയുന്നത്. എന്തായാലും വനിത ചോദിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ചോദിക്കുകയാണ്. നമ്മളുടെ സ്ത്രീകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച ഒരു വർഷം നടപ്പിലാക്കുമെന്ന് നമുക്കറിയാലോ. എന്തായാലും ചോദിക്കാനുള്ളത് ബേബി സാറിനോടാണ്. ആധികാരികമായി ഞാനൊരു ക്രൈസ്തവ വിശ്വാസിയായതുകൊണ്ട്, ചോദ്യം ഓൾട്ടർ ബോയ് ആയിരുന്നതുകൊണ്ടും, ബൈബിൾ എന്ന് പറയുന്നത് തികച്ചും അമ്മയിലൂടെ വളർന്ന് വികസിക്കുന്ന വലിയൊരു സ്നേഹമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നല്ല അമ്മയോട് ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അമ്മയാണ് അതിൽ കൂടുതലും, അമ്മയുടെ സ്നേഹമാണ് അതിൽ അധികവും. കാരണം ഗർഭം മുതൽ ക്രിസ്തുവിൻ്റെ മരണം വരെ സന്തത സഹചാരിയായിരുന്ന സ്നേഹമാണ് അമ്മ. ആ അമ്മയുടെ വിരൽത്തുമ്പ് പിടിച്ചിട്ടാണ് ബേബി സാറ് പള്ളിയിലേക്ക് പോയിരുന്നത്. ആ ഒരു വിശ്വാസം സ്നേഹത്തിൻ്റെ വിശ്വാസമാണ്. ആ സ്നേഹത്തിൻ്റെ വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസം. സ്നേഹം എന്നാൽ ത്യാഗമാണ്, വിട്ടുകൊടുക്കലാണ്, സഹനമാണ്. അങ്ങനെ ആ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ആ സ്നേഹത്തെ നമ്മൾ എത്രയും സ്നേഹത്തോടെ വാരിപ്പുണരേണ്ടതല്ലേ?
ബൈബിൾ ഒരു പുനർവായനയ്ക്ക് വെക്കുമ്പോൾ ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന ഏറ്റവും വലിയ വസ്തുത സ്നേഹം എന്ന് തന്നെയല്ലേ ബേബി സാറിനോടാണ്? യഥാർത്ഥത്തിൽ ബൈബിളിൻ്റെ മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ പാരായണമാണ്, വായനയാണ്, മനസ്സിലാക്കലാണ് ലാറ്റിൻ അമേരിക്കയിൽ ഒരു കൈയിൽ ബൈബിളും മറുകൈയിൽ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള സമരായുധവുമായി കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം കമ്മ്യൂണിസ്റ്റുകാരാകാതെ സഹപോരാളികളാകാൻ കാമില്ലോ ടോറെ, അദ്ദേഹത്തിൻ്റെ റബൽ പ്രീസ്റ്റ് എന്നാണെന്ന് തോന്നുന്നു ആ സമാഹാരത്തിൻ്റെ പേര്, ഇപ്പോഴത്തെ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിപ്പിക്കുന്ന ഒരു മാർപ്പാപ്പയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് ഈ കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥത്തിൽ പിന്നെ ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നു ഈ വിമോചന ദൈവശാസ്ത്രത്തിലൂടെ. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതായിട്ട് പലതരത്തിൽ, പക്ഷേ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്, എൻ്റെ കൃത്യമായ വാചകമല്ല, ചൂഷിതരുടെയും ദരിദ്രരുടെയും നിന്ദിതരുടെയും പീഡിതരുടെയും പതാക നമ്മളാണ് പിടിച്ചിരുന്നത്. ആ പതാക ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പിടിച്ച് മുന്നോട്ട് പോന്നു, നമ്മുടെ കയ്യിൽ ആ പതാക ഇല്ല, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്. ചോദ്യം ചോദിച്ച സഹോദരി വിശ്വസിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. CPIM-ൻ്റെ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തിൻ്റെ പേര് പീപ്പിൾസ് ഡെമോക്രസി എന്നാണ്, ആഴ്ചയിലൊരിക്കൽ വരുന്നതാണ്. അതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചുള്ള ലേഖനം വന്നിട്ടുണ്ട്. പോപ്പ് എഗൻസ്റ്റ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞുകൊണ്ട് ഇർഫാൻ ഹബീബ് എഴുതിയ ലേഖനമാണ് വന്നിട്ടുള്ളത്. ഇർഫാൻ ഹബീബുമായിട്ട് അതിനുശേഷം ഞാൻ പറയാൻ പാടില്ല, അദ്ദേഹമായിട്ട് ബൗദ്ധികമായ അദ്ദേഹത്തിൻ്റെ നിലവാരത്തിൻ്റെ നക്ഷത്ര രശ്മി ദൂരങ്ങളിൽ, ലൈറ്റ് ഇയേഴ്സ് എന്നല്ലേ പറയുക, നക്ഷത്ര വർഷദൂരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ചിന്ത എന്ന് പറയുന്ന മലയാളത്തിലുള്ള CPIM-ൻ്റെ പ്രത്യയശാസ്ത്ര പ്രസിദ്ധീകരണം, അതിൽ മാർപ്പാപ്പയെക്കുറിച്ച് ഞാനും ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചർച്ച, ചിലർ ഈ മാർപ്പാപ്പയൊക്കെ ഇങ്ങനെ പൊയ്ത്ത് ലേഖനം എഴുതണമെന്ന് ചിലർ ചോദിച്ചിട്ടുണ്ട്, ചിലർ വളരെ ഗംഭീരമായി എന്നും പറഞ്ഞിട്ടുണ്ട്. ഗംഭീരമായെന്നും ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ എഴുതിയ ലേഖനം. പക്ഷേ മാർപ്പാപ്പയുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ക്രിസ്തു പറഞ്ഞതിൽ ദരിദ്രപക്ഷത്ത് നിൽക്കാനുള്ള ആശയങ്ങളുണ്ട്, ബൈബിളിലുണ്ട്. വളരെ പ്രസിദ്ധമാണല്ലോ, ഒട്ടകത്തിന് സൂചിക്കുഴയിൽ കൂടെ കടക്കാൻ കഴിഞ്ഞാൽ ധനികന് സ്വർഗരാജ്യത്ത് കിടക്കാം. എംഗൽസ് എഴുതിയിട്ടുണ്ട് ഏർലി ക്രിസ്ത്യാനിറ്റിയും കമ്മ്യൂണിസ്റ്റുകളും എന്ന് പറഞ്ഞിട്ട്, മാർക്സ് ആൻഡ് എംഗൽസ് ഓൺ റിലിജിയൻ എന്ന് പറയുന്ന സമാഹാരത്തിൽ, അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. കമ്മ്യൂണിസ്റ്റുകാർ ആധുനിക സമൂഹത്തിൽ നേരിടുന്ന അടിച്ചമർത്തലാണ് ക്രിസ്തുവിൻ്റെ അനുയായികൾ പ്രാചീന കാലത്ത് അഭിമുഖീകരിച്ചിരുന്നത്. ക്രിസ്തുവിൻ്റെ അനുയായികൾ പ്രാചീന കാലത്ത് രഹസ്യമായി പ്രവർത്തനം നടത്താൻ നിർബന്ധിതരായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരും അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിക്കാൻ നിർബന്ധിതരാകുന്നു. ക്രിസ്തുവിൻ്റെ അനുയായികൾ മരണാനന്തരം ഒരു സ്വർഗ്ഗലോകം പ്രാപ്യമാക്കാനാണ് ശ്രമിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ജീവിതകാലത്ത് തന്നെ ഈ ഭൂമിയിൽ ഒരു സ്വർഗ്ഗരാജ്യം സൃഷ്ടിക്കാൻ കഴിയുമോ എന്നാണ് പരിശോധന എന്ന് പറഞ്ഞിട്ടുള്ള എംഗൽസിൻ്റെ വളരെ പ്രസിദ്ധമായ താരതമ്യമുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പാതയും കമ്മ്യൂണിസ്റ്റുകാരുടെ പാതയും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്, സമാന്തരങ്ങളുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല ക്രിസ്തുവിൻ്റെ ഏത് അനുയായിയും കമ്മ്യൂണിസ്റ്റായി തീരുമെന്നും ഞാൻ വിനയപൂർവ്വം അവകാശപ്പെടുകയാണ്.